ഒന്നാമത്തെ ഭാഗം നോമ്പാണ്. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. അംലിക്കാലൈക ലിസാനക, ഒരു വാക്ക് പറയാൻ അതുമായി ബന്ധപ്പെട്ട്. നോമ്പ് 3 തരത്തിലുണ്ട്. ഒന്ന് ലാഹിരിയായ നോമ്പ്, ഒന്ന് ശർഈയായ നോമ്പ്, ഒന്ന് ഹഖീഖിയായ നോമ്പ്. ലാഹിരിയായ നോമ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് നോമ്പ് മുറിഞ്ഞു, എന്തേലും കാരണം ഇഗ്മ ഉണ്ടായി, ബോധക്ഷയം ഉണ്ടായ നോമ്പ് മുറിയല്ലോ. അപ്പൊ തന്നെ അവന് ബോധം കിട്ടി, എന്നാൽ ആ നോമ്പ് മുറിഞ്ഞിരിക്കണു. പക്ഷെ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കണം, സുന്നത്താണ്. ഉദുറുണ്ടെങ്കിൽ സുന്നത്ത്, ഉദുറില്ലെങ്കിൽ വാജിബ്. ഈ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കണ ഒരാൾ നോമ്പുകാരനെ പോലെ കണ്ടാ അവന് നോമ്പുണ്ട്, യഥാർത്ഥത്തിൽ നോമ്പില്ല, എന്നാലെ കൂലിട്ടു, ആ നോമ്പിന് കൂലിട്ടു. അതാണ് ലാഹിരിയായ നോമ്പ്. രണ്ടാമത്തത് ശർഈയായ നോമ്പാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, ചുരുക്കാക്കി പറഞ്ഞാല്, ഇല്ലെങ്കിൽ സുബഹി മുതൽ മഗ്‌രിബ് വരെ നിയ്യത്തോടുകൂടി തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഒരു വസ്തുവും ഉള്ളിലേക്ക് ചേരാതെ പിടിച്ചു നിൽക്കുക. അതാണ് ശർഈയായ നോമ്പ്. അപ്പൊ 2 കാര്യങ്ങളെ കൊണ്ട് ആ നോമ്പ് മുറി. ഒന്ന് നിയ്യത്തുണ്ടായില്ലെങ്കിൽ മുറി. പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗോപാലിന് നോമ്പാണ്, രാമൻകുട്ടിക്ക് നോമ്പാണ്, 8 കൊല്ലായി തുടങ്ങിയിട്ട്. അത് ശരിയാവില്ല. എന്തുകൊണ്ട്? നിയ്യത്തുണ്ടാവില്ല. നിയ്യത്തോട് വെച്ചിട്ടും കാര്യമില്ല. കാരണം നിയ്യത്തിൽ ഈമാൻ ഷർത്താണ്. ഒരാളെ നിയ്യത്ത് ശരിയാണെങ്കിൽ ഈമാൻ ഷർത്താണ്. അപ്പൊ നിയ്യത്ത് വെച്ചിട്ടും കാര്യമില്ല, നിയ്യത്ത് സഹിയാവില്ല. നിയ്യത്ത് സഹിയാണെങ്കിൽ ഈമാൻ ഉണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ നോമ്പ് സഹിയല്ല. ആ നോമ്പ് മുറിയുന്ന രണ്ടാമത്തെ കാര്യം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ല വസ്തുവും അകത്തേക്ക് പ്രവേശിക്കലാണ്. അപ്പോ ശർഈയായ നോമ്പ് അതുകൊണ്ട് മുറിയും. ഇങ്ങനൊരു നോമ്പുണ്ട്, മൂന്നാമത്തെ നോമ്പ്. അതാണ് ഹഖീഖിയായ നോമ്പ് എന്ന് പറഞ്ഞത്. അത് 5 കാര്യങ്ങളെ കൊണ്ടാ മുറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖംസുൻ യുഫ്തിറുന സിയാം, 5 കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് മുറിയും. ഈ ഹഖീഖിയായ നോമ്പാണ് നമ്മൾ സാധാരണ വഅദ് പറയുമ്പോ പറയണ നോമ്പ് ട്ടോ. അതായത് 7000 കൂലുണ്ട്, 70,000 കൂലുണ്ട്, ഏറ്റിയാ പൊന്താത്തത്ര കൂലുണ്ട്, ഓങ്ങോട്ട് വരച്ച ഓനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. റയ്യാൻ എന്നുള്ള വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം കസ്തൂരിയേക്കാൾ വാസന ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ മൂന്നാമത്തെ നോമ്പാണ്, ഹഖീഖിയായ നോമ്പാണ്. ആ നോമ്പ് 5 കാര്യങ്ങളെ കൊണ്ട് മുറിയും. ഒന്നാമത്തെ കാര്യം കദിബ്, ഖംസുൻ യുഫ്തിറുന സിയാം, 5 കാര്യം നോമ്പിനെ മുറിക്കുന്നതാണ്. അൽ കദിബു, അൽ ഗീബതു, വന്നമീമതു, വഖൗലു സൂരി, വന്നദുറു ബിശഹ്വ. 5 കാര്യം ഉണ്ടായ ആ നോമ്പ് മുറിയും. ഒന്ന് അൽ കദിബു, നുണ പറഞ്ഞാൽ മുറിയും. മറിയം ബീവിന്റെ നോമ്പ് ഈ ഹഖീഖിയായ നോമ്പായിരുന്നു. ഇമ്മ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഹഖീഖിയായ നോമ്പ്. ശർഈയായ നോമ്പിനുള്ള കൂലി എന്താന്ന് വെച്ചാല്, രണ്ടാമത്തെ നോമ്പിന്റെ കൂലി നോമ്പ് ഒഴിവാക്കൽ ഹറാമാണ്, അത് ഒഴിവാകും. ഒരാൾ ഹഖീഖിയായ നോമ്പ് നോറ്റാൽ അതിന് കിട്ടുന്നത് 70,000 70,000 ഒന്നുമല്ല. പിന്നെ നോമ്പ് ഒഴിവാക്കൽ ഹറാമാണ്, ആ ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല. മഹ്ശറിൽ ചെന്നാൽ ഇഞ്ചി കുത്തുണ്ടാവില്ല, ഖബറില് എന്തേ നോൽമ്പ് നിൽക്കാത്ത എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങളൊക്കെ അതുകൊണ്ടുണ്ട്. സിറാത്ത് പാലം കാണാതെ ചാടിക്കിടക്കണമെങ്കിൽ ഹഖീഖിയായ നോൽമ്പ് ഒരുക്കണം. അത് 5 കാര്യം ഉണ്ടായാൽ മുറിയും എന്ന് മുഹമ്മദ് നബി. ഒന്ന് അൽ കദിബ്, നുണറിഞ്ഞാൽ മുറിയും. മുറിയും തന്നെ മുറി തന്നെ ചെയ്യും. ഹഖീഖിയായ നോമ്പ് മുറിയും, നുണറിഞ്ഞാൽ മുറിയും. ഗീബത്ത് പറഞ്ഞാൽ മുറിയും, നമീമത്ത് പറഞ്ഞാൽ മുറിയും. പിന്നെയോ ദുഷിച്ച സംസാരങ്ങൾ നടത്തിയാൽ മുറിയും. ദുഷിച്ച സംസാരം വടക്ക് അരക്കൊന്ന് കീഴ്പ്പെട്ടുള്ളത് പറഞ്ഞാൽ ഹഖീഖിയായ നോൽമ്പ് പോകുന്നു. അതന്നെ മനുഷ്യൻ കേട്ടാൽ പോരായുള്ളത്. ഓൻ അത് പറയേണ്ടീനിര എന്ന ആൾക്ക് വിലയിരുത്തുന്നതിനാണ് മോശപ്പെട്ട സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹഖീഖിയായ നോമ്പ് പോകും. പിന്നെ 5ാമത്തേത് അന്നദുറു ബിശഹ്വ, ലൈംഗികമായ താല്പര്യത്തോടുകൂടെയുള്ള നോട്ടം കൊണ്ടും ഹഖീഖിയായ നോമ്പ് മുറിയും. എവിടേക്ക് നോക്കിയാലും വേണ്ടില്ല, 2 നായ്ക്കൾ ഇങ്ങനെ ഇണ ചേരുന്നത് നോക്കിയിരുന്നു. അന്നദുറു ബിശഹ്വ, ഹഖീഖിയായ നോമ്പ് മുറിയും. പെണ്ണുങ്ങൾ നോക്കണം തന്നെയില്ല, മൃഗങ്ങളെ നോക്കിയാലും മതി, എന്നാലും ഹഖീഖിയായ നോമ്പ് പോകും. ഈ ഹഖീഖിയായ നോൻപാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോൽക്കേണ്ടത്. അപ്പൊ അതാണ് 1ാം ഭാഗം. മുഖ്ബയോട് പറഞ്ഞ അംലിക് അലൈക ലിസാനക. ഇനി 2ാമത്തെ നമ്മളെ ചർച്ചാ വിഷയം പെര, വീട്, നിർമ്മാണ ശാസ്ത്രം, അതിൽ ഇസ്ലാമിലെ കാഴ്ചപ്പാട് ഒക്കെയാണ് വിഷയം.
ഞാനൊരു 10 കാര്യങ്ങളാണ് പറയാൻ പോണത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഒരാളൊരു പെരേറ്റാൻ പോകുമ്പോ ആദ്യം ഏത് നാട്ടിലാ കയറ്റേണ്ടത് എന്ന് ആലോചിക്കണം. ഒന്ന് നാട്, പാർക്കാൻ പറ്റിയ നാട് ഏതാ. ഏതൊരു നാട്ടിൽ ഒരാൾ പാർത്താലും ആ നാട്ടിലത്തെ സ്വഭാവം ഉണ്ടാവും. കടപ്പുറത്തേർക്ക് കടപ്പുറത്തേറെ സ്വഭാവം ഉണ്ടാവും, വയനാട്ടുകാർക്ക് വയനാട്ടുകാരെ സ്വഭാവം ഉണ്ടാവും, ഏത് പാലക്കാട്ടുകാർക്ക് പാലക്കാട്ട്, കൊപ്പത്തേർക്ക് കൊപ്പത്തേറെ സ്വഭാവം. അങ്ങനെ ഏത് നാട്ടിലാണോ പാർക്കുന്നത് ആ നാട്ടിന്റെ സ്വഭാവം ഉണ്ടാവും. ഭൂമിയിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള നാട് മദീനയാണ്. അഫ്ദലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ദുനിയാവിലെ മണ്ണിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനെ പാട്ടുപാടി സ്വീകരിച്ച നാട്ടുകാരാണ് മദീനക്കാര്. മാത്രമല്ല നബി തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തതും മദീനയിൽ നിന്നാണെന്ന് മിൻഹാ ഖലഖനാകും എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. മിന്നാ ഖലഖനാകും, ഇതിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. ഇതിൽ നിന്ന് എന്നതിന് 2 തഫ്സീറുണ്ട്. ഒന്ന് ഈ ഭൂമിയിൽ നിന്ന്, ഈ മണ്ണെന്ന്. 2 ഈ മണ്ണെന്ന്. ഏത് മണ്ണെന്ന്? അവനെ കബറടക്കുന്ന മണ്ണിൽ നിന്ന്. മിൻഹാ ഖലഖനാകും, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി എവിടെ നിന്നാണോ മണ്ണെടുത്തത് അവനെ അവിടെ അടക്കം ചെയ്യുമെന്നാണ്. അസ്രായേലുള്ള മണ്ണുണ്ടാവാൻ വന്നത്. ജിബ്രീൽ പറഞ്ഞയച്ചു, കിട്ടിയില്ല. മീക്കായിൽ വന്ന് കിട്ടിയില്ല. ഇസ്രാഫീൽ വന്നിട്ട് കിട്ടിയില്ല. അസ്രായേൽ ചോദിക്കാൻ നിന്നില്ല. മൂപ്പരാണ്ട് എടുത്തു. എല്ലായിടത്തുനിന്നും കുറച്ച് വെളുത്തവും കറുത്തവും ചുവന്നൊക്കെ എടുത്തു. അമേരിക്കയിൽ ജനിച്ച ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രിട്ടനിലെ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവൻ ഖബറടക്കം ചെയ്യാൻ അവിടെ എത്തും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു മദീനയിലെ മണ്ണാണ് ഉപയോഗിച്ചത്. മക്കം ഫതഹിന്റെ അന്ന് മദീനക്കാർ കരഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, സഹാബ, ഞാൻ മദീനയിലേക്ക് മടങ്ങിപ്പോരില്ല എന്ന് കരുതിയാണോ നിങ്ങൾ കരയുന്നത്? അതേ നബിയെ, അതാണ് ഞങ്ങൾ കരയുന്നത്. ലൗലൽ ഹിജ്റതു ലകുന്തു മിനൽ അൻസാർ. ലൗലൽ ഹിജ്റതു, അല്ലാഹു തആല എനിക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണം എന്നത് കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലകുന്തു മിനൽ അൻസാർ, ഞാൻ മദീനയിൽ തന്നെ വരേണ്ടവനാണ്. ഞാൻ മദീനക്കാരനാണ്. പിന്നെ ഹിജ്റ എന്നുള്ളത് അല്ലാഹു തആല എനിക്ക് കണക്കാക്കിയതുകൊണ്ട് മക്കത്ത് വന്നുകാണ്ട് അങ്ങോട്ട് പോന്നു എന്നുള്ളൂ എന്ന് പറഞ്ഞു പുണ്യനബി. അപ്പൊ നബി തങ്ങളുടെ മണ്ണ് മദീനയിലെ മണ്ണായതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട മണ്ണ് മദീനയുടെ മണ്ണാണ്. ഒരു മനുഷ്യന് ഏത് മണ്ണാണോ അവൻ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ മണ്ണിന്റെ സ്വഭാവം കാട്ടുമെന്നാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാണ്. നല്ല സ്വഭാവം, നീറ്റ സ്വഭാവമാണ് മദീനക്കാര്. അല്ലെങ്കിൽ അവർക്ക് നബിതങ്ങളെ പാട്ടുപാടി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. സ്വീകരിക്കലും പാട്ടുപാടി സ്വീകരിക്കലും വേറെ വേറെ. സ്വീകരിച്ചതുകൊണ്ട് പാട്ട് വരില്ല. പാട്ട് വരണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിന്ന് വരുന്നത് ആ പാട്ട്. അത്രയും സന്തോഷമാണ്. ത്വലൽ ബദ്റു അലൈന മിൻ സഹനിയാത്തിൽ വിദാഇ വജബ ശുക്രു അലൈന പാട്ടുപാടി സ്വീകരിച്ച് മദീനക്കാർ. അങ്ങനത്തെ സ്വഭാവക്കാരാണ് മദീനക്കാര്. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവം മദീനയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആൾക്കാർക്കൊന്നും ആ മണ്ണിനോട് വിട പറയാൻ പറ്റാതെ വന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 10,000 കൂഫക്കാരായ യോദ്ധാക്കൾ വന്നുകൊണ്ട് തന്നെ വീട്ടുതടങ്കലിലാക്കി തന്റെ വീടിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിട്ടു. സയ്യിദുനാ അലി ഇബ്നു അബി ഞാൻ തുറന്നുതരാം, നിങ്ങൾ അയിക്കൂടെ ഇറങ്ങിയിട്ട് മക്കത്തേക്ക് പൊയ്ക്കോളി, മക്കക്കാർ നിങ്ങളെ നോയിക്കോളും, ഇവര് നിങ്ങളെ കൊല്ലാൻ വന്നിക്ക. അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിലേക്ക് പൊയ്ക്കോളൂ, അവിടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അദ്ദേഹം നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അന്തി ഉറങ്ങുന്ന മണ്ണിനോട് യാത്ര പറയാൻ എനിക്ക് സാധ്യമല്ല. ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണ് മദീനത്തെ മണ്ണാണ്.
അപ്പൊ ഒന്നാമതായി നമ്മളൊരു താമസിക്കാൻ കരുതുമ്പോ ആദ്യം ഏത് നാട്ടിലാ, ഏത് പ്രദേശത്താ എന്നതാണ് ആലോചിക്കേണ്ടത്. താമസിക്കുന്ന നാട് അത് വളരെ പ്രധാനമാണ്. ചില നാടുകൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രമുഖരായ പല ആൾക്കാരും അവിടെ തന്നെ ഇരിക്കാറും. കുറേ ആൾക്കാരുണ്ടാവും, നല്ല നല്ല ആലിമ്യങ്ങൾ ആ നാട്ടിൽ തന്നെ കുറെ ഉണ്ടാവും. അതാണ് ആ നാടിന്റെ പ്രത്യേകത. ചില നാടുകൾക്ക് അങ്ങനെ ഉണ്ട്. ഒന്നാമത് നോക്കേണ്ടത് അതാണ്. രണ്ടാമത് ഒരാൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നോക്കേണ്ടത് ജിവാറിനെയാണ്, അയൽപക്കത്തെയാണ്. രണ്ടാമത് അയൽപക്കമാണ് ശ്രദ്ധിക്കേണ്ടത്. അയൽപക്കം വളരെ പ്രധാനമാണ്. സൂഖുൽ ജിവാർ, അൽ ജിവാറു വീട്ടിന്റെ ബറക്കത്ത് കളയുന്നതാണ്. ചീത്ത അയൽക്കാർ വീടിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തും. അപ്പൊ ഒരാൾ താമസിക്കാൻ കരുതുകയാണെങ്കിൽ ആദ്യം അയൽവാസി നല്ലവനാണെങ്കിൽ ആ ഭൂമി എത്ര പൈസ കൊടുത്തിട്ടും വാങ്ങാം. ശരിക്കും ഭൂമിക്ക് വില കൂടേണ്ടത് അയൽവാസിക്കനുസരിച്ചാണ്. റോഡിനനുസരിച്ചോ തോടിനനുസരിച്ചോ എയർപോർട്ടിനനുസരിച്ചോ അല്ല. വില കൂടേണ്ടത് അയൽവാസി ആരാണ് എന്നതിനനുസരിച്ചാണ്. അപ്പൊ നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പെരക്കാൻ പോകുമ്പോൾ ആദ്യം അയൽവക്കത്താരൊക്കെ ഉള്ളത് എന്ന് നോക്കണം. ജിവാറ്, ചീത്ത അയൽക്കാർ ഒരു മനുഷ്യന്റെ വീട്ടിലെ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. പിന്നെ ചെന്ന് പെട്ടാ പിന്നെ ക്ഷമിച്ചു നിൽക്കുക വേണ്ട കേട്ടോ. അങ്ങനെ സഹാബത്തിന്റെ ജീവിതത്തിൽ കാണും. ചെന്ന് പെട്ടു പിന്നെ അവിടെ ക്ഷമിച്ചു നിന്നാൽ എത്ര കണ്ട് ക്ഷമിക്കണോ അതിനോടത്തോളം കൂലിട്ടും. അപ്പൊ രണ്ടാമത്തത് അയൽപക്കം നോക്കുക. ആലിമീങ്ങളുടെ അയൽപക്കം, സ്വാലിഹീങ്ങളുടെ അയൽപക്കം, കുടുംബത്തിന്റെ അയൽപക്കം, നല്ല മനുഷ്യന്മാരുടെ അയൽപക്കം. ഇങ്ങനെ അയൽപക്കം നോക്കണം. മൂന്നാമതായി ഒരാൾ നോക്കേണ്ടത് ഓൻ പാർക്കാൻ പോകുന്ന മണ്ണാണ്. ഇവിടുത്തെ മണ്ണ് എങ്ങനെ ഉണ്ട് നോക്കണം. മണ്ണ് മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് മനുഷ്യന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂമി. മൃഗം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് മനുഷ്യൻ താമസിക്കാൻ ഏറ്റവും നല്ലത്. സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത് ഒട്ടകപ്പുറത്താണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. മദീനക്കാര് നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി. എല്ലാ മുതലാളിമാരും ഇന്റെ പേരെ താമസിച്ചെങ്കിൽ ബെഡ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി, ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി, തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചു. ഓരോ മുതലാളി എന്റെ പേരേക്ക് എന്നാ കരുതിയത്. നബിതങ്ങൾ വന്നു. എല്ലാ വീട്ടുകാരും പറഞ്ഞു, നബിയെ ഇങ്ങോട്ട് പോരി, അവിടെ സൗകര്യമുണ്ട്, അടുക്കള ഉഷാറാണ്, ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡാണ്, പോന്നോളി. പലരും പല വർത്താനം പറഞ്ഞു. അള്ളാന്റെ റസൂൽ എന്ത് കാട്ടി? ഒട്ടകത്തിന്റെ കയറാണ് വിട്ടു. ഒട്ടകത്തിന്റെ കയറ് വിട്ടു. ഒട്ടകം അങ്ങനെ പോയി അവസാനം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വീട്ടിന്റെ മുന്നിൽ ചെന്ന് അവിടെ മുട്ടുകുത്തി കിടന്നു. പിന്നെ എഴുന്നേറ്റില്ല. ആ വീട്ടിൽ നബിതങ്ങൾ താമസിച്ചു. മൃഗം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം, അതാണ് മനുഷ്യനും താമസിക്കേണ്ടത്. മൃഗങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥലം മനുഷ്യനും പറ്റൂല. നമ്മളെ കേരളീയ പശ്ചാത്തലത്തിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പശുവാണ്. പശു ഇഷ്ടപ്പെടുന്ന സ്ഥലം. പശു ഒരു സ്ഥലത്ത് ഒരു ഭൂമിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പശുവിനെ വിട്ടു കഴിഞ്ഞാല് ആ പശു അവിടുന്ന് നല്ലോണം പുല്ല് തിന്നതിന് ശേഷം പിന്നെ അതൊന്നിങ്ങനെ നോക്കും. ഒന്നിങ്ങനെ നോക്കിയിട്ട് അതിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കടന്ന് അയവിറക്കും. ഇങ്ങനെ മൃഗങ്ങൾ വിശ്രമിച്ച് അയവിറക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം അവിടെയാണ് കുറ്റിയെടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ നോട്ടം, മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലം. മൃഗങ്ങൾക്ക് പാർക്കാൻ പറ്റാത്ത വീടും ഭൂമി മനുഷ്യനും പാർക്കാൻ പറ്റില്ല. ഒരു പെരയിൽ ആടുകൾ ഉണ്ടാവണമെന്നില്ല. എത്ര ഉണ്ടാക്കിയാലും 2 ദിവസം കൊണ്ട് ചത്തു. എന്നാ അതില് മനുഷ്യനും പറ്റൂല. ഒരു പെരയിൽ പോയി ഉണ്ടാവണമെന്നില്ല. എന്നാ അത് മനുഷ്യനും പറ്റൂല. അല്ലെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ എന്തേലും മനുഷ്യനില്ലാത്തൊരു ജീവനുള്ള സാധനം വേണട്ടോ. കോയോ ആടോ എന്തേലും ഒന്ന്. ധനമുള്ളവരെ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറാഇനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇതു കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. കഴിഞ്ഞ റമദാനിൽ ഈ പാട്ട് നമ്മുടെ പാടിയിട്ടുണ്ട്. എത്ര ആൾ കോഴിനെ വാങ്ങിയെന്ന് എനിക്കറിയില്ല. ഇതേ പാട്ട് കഴിഞ്ഞ റമദാനിൽ ഇവിടെ പാടിയിട്ടുണ്ട്.
എത്ര ആള് വാങ്ങിയെന്നറിയില്ല, വാങ്ങിയവർക്ക് എന്റെ മെച്ചുണ്ടാവും. ഹദീസാണ് ഇബ്നു മാജന്റെ ഹദീസ്, സുന്നത്താണ്. അപ്പൊ ഒന്നുകിൽ നമ്മളെ പേരിൽ ആട് എന്ന് പറഞ്ഞാല് ആടിനെ വാങ്ങാനുള്ള പൈസയും കൂടിനുള്ള പൈസയും മാത്രം പോരാ, നോക്കാനുള്ള സംവിധാനം കൂടി വേണം. ആരാന്റെ പിന്നെ വളപ്പിൽ പോയിട്ട് ഓന്റെ വായ കടിക്കാൻ പറ്റൂല. അത് ഓന്റെ കുട്ടിയൊക്കെ തിന്നാണ്ടാക്കിയതാണ്, അല്ലാതെ എന്റെ വായക്ക് എന്റെ ആടിനുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നോക്കാനുള്ള സ്ഥലം കൂടി അതിൽ വളരെ പ്രധാനമാണ് ആടിന്. കോഴിക്ക് പിന്നെ ആ പ്രശ്നമില്ല, കോഴിക്കാ കുഴപ്പമില്ല. താറാവിന് പ്രശ്നമുണ്ട്. കോഴിന്റെ മാതിരിയല്ല താറാവ്, ഒരു സാധനം മുളച്ചു വന്നാനായിക്കൂല, തൂമ്പ് മുഴുവൻ തിന്നും. അതുകൊണ്ട് താറാവിനെ നോക്കണമെങ്കിൽ മതില് വേണം. റോട്ടുമല്ലാതെ ആ സാധനം നിൽക്കൂല, വണ്ടിയായ വണ്ടി മുമ്പ് മുഴുവൻ ചാടും. അതുകൊണ്ട് മതിലും ഗേറ്റൊക്കെ വേണം താറാവിനെ വെക്കണമെങ്കിൽ. കോഴിക്ക് പിന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു കോഴി എല്ലാവരും, ഇനി പറ്റൂലെങ്കിലോ ഒരു പൂച്ച എല്ലാവരും പെരലുണ്ടായിക്കോട്ടെ, ചെലവൊന്നുമില്ല, താഴെടുത്ത് വാങ്ങണ്ട സാധനം, അല്ലാതെ തന്നെ കിട്ടും. എന്റെ ഒരു പൂച്ച, ആയിഷാ ബീവിന്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നോ? പക്ഷെ പൂച്ചനെ വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, നിലം വൃത്തിയാക്കുന്ന സമയത്ത് പൂച്ചയുടെ രോമം നജസാണ്. നിലം തുടക്കുമ്പോ നിലം വൃത്തിയാക്കുമ്പോ പൂച്ചനെ വളർത്തുന്നവർ അത് മാത്രമേ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധ ഉണ്ടാകേണ്ട വിഷയമാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ച ഉണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനൊരിക്കൽ യുദ്ധത്തിനു വേണ്ടി പോയി മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ പിന്നണി പോരാളികളുടെ കൂടെയാണ് ഞാൻ വന്നത്. ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ മൂത്രയിക്കാൻ പോയി, നബിയും കൂട്ടരും പോയി. ബാക്കിൽ വരുന്ന പിന്നണിയിൽ വരുന്ന ആൾക്കാരൊപ്പം പോന്നു. അപ്പോഴേക്ക് മുനാഫിക്കീങ്ങൾ പലരും ചെന്ന് പലതും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആയിഷ ശ്രദ്ധിക്കണം ടോർന്ന്, സംഗതി മോശമാണെന്നൊക്കെ പറഞ്ഞു. നബി തങ്ങൾക്ക് എന്താ സംഭവം എന്ന് പിടുത്തം കിട്ടിയില്ല. ജിബിരിയിലാണെങ്കിൽ വരുന്നുമില്ല. ജിബിരിൽ അലൈഹിസ്സലാം വരുന്നത് വരെ നബി തങ്ങൾ ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചെന്നതുമില്ല, മുണ്ടിയതുമില്ല. അള്ളാന്റെ റസൂല് എന്നോട് മിണ്ടാതിരുന്ന സമയമത്രയും എന്റെ പൂച്ച എന്റെ അടുക്കൽ വന്നില്ല എന്ന് സയ്യിദത്തുനാ ആയിഷ. പൂച്ചക്കറിയാം അങ്ങനെ സംഭവമൊന്നുമില്ല, എന്നാലും അള്ളാന്റെ റസൂല് മുണ്ടൂലെങ്കിൽ ഞാനും മുണ്ടൂല എന്ന് തീരുമാനിച്ച ജീവിയാണ് പൂച്ച. അബൂ ഹുറൈറക്ക് പൂച്ച ഉണ്ടായിരുന്നു. മൂപ്പരിങ്ങനെ പോകുമ്പോ ഒരു മരക്കൊമ്പത്ത് വെക്കുകയില്ല, പെരേ സ്ഥലം ചെല്ലും, നമ്മളെ വയത്തെ പെരൊന്നും മൂപ്പർക്ക് ഉണ്ടാവില്ല. ആട് നോക്കുന്ന ആളാണ് അബൂ ഹുറൈറ. ആടിനെ നോക്കാൻ പോകുമ്പോ ഒരു മരക്കൊമ്പത്തിന് എടുത്തുകൊണ്ട് പോകും. തിരിച്ചു വരുമ്പോ അതിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഉഷാറാക്കിയതിനു ശേഷം ആ മരക്കൊമ്പത്ത് വെക്കും. പിന്നെ രാവിലെ പോകുമ്പോ അവിടെ എടുത്താണ്ട് പോരും. ഒരു ദിവസം നബി തങ്ങൾ അത് കണ്ടു. അബൂ ഹുറൈറ, ഇജ്ജ് പൂച്ചക്കുട്ടിയുടെ വാപ്പയാണോന്ന് ചോദിച്ചു. അന്ന് മൂപ്പര് പറഞ്ഞു, ഇനി എല്ലാവരും ആ പേര് വിളിച്ചാൽ മതിയാറും. അങ്ങനെയാണ് അബൂ ഹുറൈറ എന്നുള്ള പേര് കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് സഹാബികൾക്ക്. അപ്പൊ മനുഷ്യനല്ലാത്ത ഏതെങ്കിലും ഒരു ജീവുള്ളത് പെരയിൽ വേണമെന്ന്, എന്തെങ്കിലും ഒരു ജീവുള്ള സാധനം അവിടെ വേണം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ്. നമുക്ക് വേസ്റ്റ് ഇല്ലല്ലോ. ചോറ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയാണെങ്കിൽ അത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണം. പൂച്ചയോ കോഴിയോ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ ആടോ എന്തെങ്കിലും ഒന്ന്. ഇനി ഒന്നുമില്ല നോക്കാം, ഒന്നുമില്ല ആട് കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിയാം. അപ്പോ പടച്ചോനെ, മനുഷ്യനല്ലാത്ത നിന്റെ ജീവികൾക്ക് തിന്നാനുള്ളതാണ് ഞാൻ ഈ കൊടുക്കുന്നത്, നിയത്ത് ചെയ്താണ്ട് ഇട്ടാലേ അതിന് കൂലിട്ടും. വേസ്റ്റ് എന്ന് പറഞ്ഞൊന്നും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലില്ല. മീൻ തിന്നിട്ട് അതിന്റെ മുള്ളു പൂച്ചക്കണിച്ചു കൊടുക്കുമ്പോ വിസ്മയല്ലിട്ട് പഠിച്ചോനെ ഇത് പൂച്ചന്റെ ഭക്ഷണമാണല്ലോ, നിങ്ങൾ എല്ലിനെ ഇൻസൾട്ട് ചെയ്യരുത്, അത് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഭക്ഷണമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ജീവനുള്ള എന്തേലും ഒരു സാധനം വേണം. മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം അത് തന്നെയാണ് മനുഷ്യൻ താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം. രണ്ടാമത്തെ നോട്ടം, വിത്തുകൾ കുത്തിയിട്ടാൽ പെട്ടെന്ന് മുളക്കുന്ന സ്ഥലം. ഒരു മുരിങ്ങാക്കൊമ്പ് കൊണ്ട് ഞാൻ കുഴിച്ചിട്ട് അത് വേഗം തീർത്ത് വലുതായി വന്നാൽ അത് മനുഷ്യന്മാർക്ക് പാർക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാവും. മുരിങ്ങാക്കൊമ്പ് വീടിന്റെ തൊട്ടടുത്ത് പറ്റൂല കേട്ടോ, കുറച്ച് ദൂരെ ഇരിക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് ഉള്ളുറപ്പില്ലാത്തതുകൊണ്ടാണ്, വേറെ കാരണമൊന്നും അതിനില്ല. പിന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കും. പുളി അതുപോലെ നെല്ലി പോലത്തെ ചെറിയ ഇലകളുള്ള സാധനങ്ങൾ വല്ലായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും. അപ്പൊ മനുഷ്യനാവശ്യമായ ഓക്സിജൻ ഇല്ലാതെയാകും എന്നതൊരു പ്രശ്നമാണ്. ഒരു മനുഷ്യന് 675 ഘനയടി ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യമുണ്ട്. ഒരു മനുഷ്യന് 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യമാണ്. അപ്പൊ ചെറിയ ഇലകളുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കുന്നതിനാൽ മനുഷ്യന് ശുദ്ധവായു കുറയാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് മുരിങ്ങയും പുളിയൊന്നും പറ്റൂല എന്ന് പറഞ്ഞത്. അല്ലാതെ ചെയ്ത്താൻ ഇറങ്ങി വരുന്നോണ്ടല്ല. ചെയ്ത്താൻ ഇറങ്ങണ മരം ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുണ്ട്. ശൈത്താൻ ഇഷ്ടപ്പെടുന്ന മരങ്ങളുണ്ട്, അത് പെരന്റെ അടുത്ത് നല്ലതല്ല. ശൈത്താൻ ഇഷ്ടപ്പെടുന്നത് 2 തരത്തിലുള്ള വൃക്ഷങ്ങളാണ്. ഒന്നുകിൽ ഫയറി ഇഫക്റ്റ്, അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ, അത് ശൈത്താന് നല്ല ഇഷ്ടമാണ്. അതിൽപ്പെട്ടതാണ് ആല്, ചേര് തുടങ്ങിയ മരങ്ങളൊക്കെ. രണ്ടാമത് ശൈത്താന് കൂടുതൽ ഇഷ്ടമുള്ള വേറൊരു ഇനം മരങ്ങളുണ്ട്, അത് കയ്പുള്ള മരങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ആര്യവേപ്പ്, അതുപോലെ കാഞ്ഞിരം തുടങ്ങിയ മരങ്ങളൊക്കെ. അപ്പൊ കയ്പുള്ളത് അല്ലെങ്കിൽ ഫയറി ഇഫക്റ്റ്, അഗ്നി സാന്നിധ്യം കൂടുതലുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ അടുത്ത് ഇല്ലാതിരിക്കാൻ നല്ലത്. താമസിക്കുന്നിടത്ത് പ്രശ്നമുള്ള വളപ്പിൽ എവിടെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. താമസിക്കുന്ന സ്ഥലത്ത് വേറെ പറമ്പുണ്ട്, അവിടെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ധാരാളം അനുഭവമുണ്ട് ചെറുനാരങ്ങ മരം വീട്ടിൽ നല്ലതല്ല എന്നത്. കിതാബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സംഗതിയാണത്. കുറേ ആളുകൾ അനുഭവം പറഞ്ഞിട്ടുള്ള, എന്റെ അന്വേഷണങ്ങളിൽ ധാരാളം ആളുകൾ അനുഭവം പറഞ്ഞൊരു സംഗതിയാണ് നമ്മുടെ സാധാ ചെറുനാരങ്ങ മരം. ശബ്ദം കുറവാ? ചെറുനാരങ്ങ മരം താമസിക്കുന്ന വീട്ടിൽ നല്ലതല്ല എന്നത് കായ്ക്കുന്നത് വരെ കുഴപ്പമൊന്നുമില്ല. അത് കായ്ച്ചാൽ വീട്ടുകാരന്, ആ വീട്ടിലെ കുടുംബനാഥന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞതുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്ത് അതത്ര നല്ലതല്ല. വേറെ നമുക്ക് പറമ്പുണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വീടിന്റെ പരിസരത്തുള്ള മരങ്ങളും പ്രധാനം തന്നെയാണ്. അപ്പൊ ഒരു മരം കുഴിച്ചിട്ടാൽ അത് വേഗത്തിൽ മുളച്ചു വരുന്ന പ്രദേശം, അത് മനുഷ്യന് താമസിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു നോട്ടം, നന്നായി കാല് പൊന്തിച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കിയാൽ അടിയിൽ നിന്നൊരു മുഴക്കം വരുന്ന ഭൂമി, അത് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിയിൽ നിന്നൊരു മുഴക്കം അങ്ങനെ വരുന്നത്. ശരിയായ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാല് സമചതുരത്തിലുള്ള ഒരു കുഴി വയ്ക്കുക, 1 മീറ്റർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൽ ഒരു കുഴി വെച്ചിട്ട് ആ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണ് അതിലേക്ക് തന്നെ ഇട്ടാല് മണ്ണ് ബാക്കിയാണ്. ഒരു കുഴി വെച്ചിട്ട് ആ കുഴിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് പിന്നെ ആ മണ്ണ് അയക്കാൻ തന്നെ ഇട്ടാലും കുഴിയൊക്കെ നികന്നതിന് ശേഷം മണ്ണ് കുറച്ച് ബാക്കി കിട്ടണം. അങ്ങനത്തെ ഭൂമി, അതാണ് മണ്ണിന്റെ ഏറ്റവും നല്ല ടെസ്റ്റ്. ഇങ്ങനെ നോക്കി ഉറപ്പിച്ചാൽ ആ മണ്ണ് ഏറ്റവും താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയാണ് എന്ന് കിട്ടും. പിന്നെ ഗന്ധക ഭൂമി, ഭൂമിയുടെ അടിയില് കാന്തത്തിന്റെ എഫക്റ്റുള്ള ഭൂമി നല്ലതല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ഭൂമിക്കടിയിൽ എല്ലുകളുള്ള ഭൂമി നല്ലതല്ല. ശ്മശാന ഭൂമി അതിൽപ്പെട്ടതാണ്. ഖബർസ്ഥാനിൽ പള്ളി പെരേറ്റണത് നല്ലതല്ല. ചൊടലയിൽ പെരേറ്റാൻ പറ്റുക പറഞ്ഞത് അതുകൊണ്ടാണ്. വലക്കത് കറംനാ ബനി ആദമ, ആദം സന്തതികളെ നാം ഇക്റാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ മുഅ്മിന് മാത്രമല്ല പെടുക, എല്ലാവരും പെടും. അതിൽ മുഅ്മിന് മാത്രമല്ല എല്ലാവരും പെടും. അപ്പൊ ഏതൊരു മനുഷ്യനെയും മറവ് ചെയ്തിട്ടുള്ള സ്ഥലം അത് ഇക്റാം ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ ആളാരാന്ന് അറിയില്ലെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ഒരു ഖബറുണ്ട്, ആരുതാന്ന് അറിയില്ല. ഒരു ഖബറുണ്ട് എങ്കിൽ അത് മനുഷ്യന്റെ ഖബറാകുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഒരു ഖബറാണെങ്കിൽ അത് ആരെ ഖബറിക്കാരം? മനുഷ്യന്റേതാണെങ്കിൽ അടിസ്ഥാനം അതൊരു മുസ്ലിമിന്റെ ഖബറായിരിക്കുക എന്നതാണ്. മുസ്ലിമിന്റേതാണെങ്കിൽ അതൊരു സ്വാലിഹിന്റെ ഖബറായിരിക്കുക എന്നതാണ് അടിസ്ഥാനം. അപ്പൊ അത് ആരെ ഖബറാണ്? അതൊരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറാണ് എന്ന നിലക്കാണ് അതിനെ കാണേണ്ടത്. മനുഷ്യന്റെ ഒരു ഖബർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായാല് ഒരു ഖബറല്ലേ, അപ്പൊ അത് ആരുടേക്കാരം? അതിന്റെ അസ്വല് അത് മനുഷ്യന്റേതായിരിക്കാം. മനുഷ്യന്റേതാണ് എന്ന് വന്നാൽ അത് മുഅ്മിനിന്റേതായിരിക്കുക എന്നതാണ് അടിസ്ഥാനം. മുഅ്മിനിന്റേതാണെന്ന് വന്നാൽ അത് സ്വാലിഹിന്റേതായിരിക്കുക എന്നാണ് അടിസ്ഥാനം. അപ്പോൾ ഈ ഖബർ ഒരു സ്വാലിഹിന്റെ ഖബറാണ്, അതിനാൽ എന്തായാലും ആദരിക്കേണ്ടതാണ്. ഇനി സ്വാലിഹിന്റെതല്ല മുഅ്മിനിന്റെ അല്ല എന്ന് ഉറപ്പായാലും അവിടെ വീട് വെച്ച് പാർക്കാൻ പറ്റില്ല. കാരണം വലക്കദംന ബനി ആദമ എന്ന ഇക്റാമിന് അത് എതിരായിരിക്കും. ഇതുപോലെ അടിയിൽ എല്ലുകളുള്ള ഭൂമിയും താമസിക്കാൻ പറ്റിയതല്ല. എല്ലുകളുള്ള ഭൂമി, എല്ലിന്റെ ഭൂമിയാണെന്ന് മനസ്സിലാക്കിയാല് പശുവിനെ കുഴിച്ചിട്ട സ്ഥലമാണ്, നായിനെ കുഴിച്ചിട്ട സ്ഥലമാണ്, പൂച്ചനെ കുഴിച്ചിട്ട സ്ഥലമാണ്. അങ്ങനെയുള്ള എല്ലുകൾ അടിയിലുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് ഇഫക്റ്റ് കൂടുതലുണ്ടായിരിക്കും. എല്ല് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കൂടുതലുള്ള സാധനമാണ്. അതുകൊണ്ട് അതിന് നെഗറ്റീവ് ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ
ടെന്റിലൊക്കെ വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായാല് അവിടെ കുഴിച്ചതിന് ശേഷം ആ മണ്ണ് മാറ്റി വേറെ നല്ല മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്താൽ കുഴപ്പമില്ല. ആ മണ്ണ് അവിടുന്ന് മുഴുവൻ മാറ്റണം. ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി. ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്ന് നബി തങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഭൂമി വെറുതെ വേണ്ട, ഇത് വിലക്ക് തന്നാ മതി. വെറുതെ വേണ്ട, വിലക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 5000 ദീനാർ കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി. ഫഅമറ ബിഖുബൂരിൻ നാസ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ടായിരുന്ന പഴയ ഖബറുകൾ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു. അങ്ങനെ സഹാബാക്കൾ ആ ഖബർ പൊളിക്കുകയും അതിലുണ്ടായിരുന്ന മുഴുവൻ എല്ലുകളും വസ്തുക്കളും എടുത്ത് മറ്റൊരു വശത്തേക്ക് മാറ്റി മറവ് ചെയ്യുകയും അതിനുശേഷം അതിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ എല്ലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് സമ്പൂർണമായും ഒഴിവാക്കിയതിനു ശേഷം അവിടെ മണ്ണിട്ടിട്ട് നികത്തണം. നാലാമത്തെ നോട്ടം, ജലലഭ്യതയുള്ള വെള്ളത്തിന്റെ ലഭ്യതയുള്ള ഭൂമിയാണ് താമസിക്കാൻ ഏറ്റവും അനുയോജ്യം. വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ വെള്ളം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അല്ലാഹു തആല ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു സ്ഥലത്ത്, മഴ ഒരു സ്ഥലത്ത് വർഷിപ്പിക്കുന്നുണ്ട് എന്നാണ്. 3 സെന്റ് 5 സെന്റ് നമുക്ക് ആകുള്ളത്. ആ 5 സെന്റിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ വെള്ളം അവിടെ പെയ്യിക്കും ഒരു കൊല്ലം. നമ്മളെന്തേ കാട്ടിയത്? നമ്മളത് വേഗം തോടൊക്കെ ചുരുങ്ങാണ്ട് അങ്ങേപ്പുറത്തെ പറമ്പക്ക് പറഞ്ഞേക്കാണ്. ശരിക്കും അതവിടെ താകേണ്ടതാണ്. എന്നിട്ട് അവസാനം കിണറ്റിൽ വെള്ളമില്ല. കുഴൽക്കിണർ 7 ഇഞ്ച് 10 ഇഞ്ച് 12 ഇഞ്ച് 50 ഇഞ്ച് 100 ഇഞ്ചൊക്കെ വലിയ എല്ലാത്തിന്റെ കുഴൽക്കിണറൊക്കെ കിടക്കുക, വെള്ളമില്ല അറിഞ്ഞാണ്ട്. ആ 3 സെന്റിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ അല്ലാഹു തആല പെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് മുറ്റം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത വരേക്ക് പോയി ഓന് വെള്ളം കിട്ടി, നമുക്ക് കിട്ടിയില്ല. അതാണ്ടായത്. മുറ്റം കോൺക്രീറ്റ് ചെയ്തപ്പോൾ പോയതല്ലേ. അവനാന്റെ തൊഴിൽ പെയ്യണ വെള്ളം അവനാന്റെ സ്ഥലത്ത് താകണം. അപ്പോഴാണ് കിണറ്റിൽ വെള്ളം ഉണ്ടാകുക. അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാ സാധനവും നമുക്ക് തരുന്നുണ്ട്. ചക്കക്കാലം എന്നൊരു കാലം ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്ക ഉണ്ടായിരുന്നു, എല്ലാവരും വിരാവുമ്മേ. എന്താ? ചക്ക തിന്നേണ്ട കാലമായതുകൊണ്ട് അല്ലാഹു തആല ചക്ക തന്നു. അതുകൊണ്ടാണ് ചക്കക്കാലം എന്നതിന് പേര്. മാങ്ങ തിന്നേണ്ട ഒരു കാലം വരും, അപ്പൊ അല്ലാഹു തആല എല്ലാ മൂച്ചിയും മാങ്ങ ഉണ്ടാക്കി തരും. അപ്പൊ അതിന് മാങ്ങാക്കാലം എന്നറിയും. തേങ്ങ എല്ലാ കാലത്തും നിന്നാ, അതുകൊണ്ട് തേങ്ങാക്കാലം എന്നൊരു കാലമില്ല, അതെല്ലാ കാലത്തും നിന്നാൻ പറ്റും. അങ്ങനെയാണ് എല്ലാ സാധനവും. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട്. എല്ലാ ആവശ്യമുള്ളതും നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തരുന്നില്ല. ചിലതൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് എല്ലാ ആവശ്യമുള്ള ആരോഗ്യം ആവശ്യമുള്ളപ്പോൾ അല്ലാഹു ആരോഗ്യം തരുന്നു. രോഗം ആവശ്യമുള്ളപ്പോൾ അല്ലാഹു രോഗം തരുന്നു. മുലപ്പാൽ ആവശ്യമുള്ളപ്പോൾ അല്ലാഹു നമുക്ക് മുലപ്പാല് തന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ ആവശ്യമില്ല, പിന്നെ പശുവും പാലാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് പശുവും പാല് തന്നു. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളമില്ലാത്ത സ്ഥലം എന്നുകൊണ്ടൊരു സ്ഥലം ഇല്ല, ശരിക്ക് എല്ലായിടത്തും ഉണ്ട്. എന്നാലും ചില സ്ഥലത്ത് വെള്ളത്തിന്റെ ലഭ്യത കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് വെള്ളത്തിന്റെ ലഭ്യത നല്ലോണമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. പിന്നെ ഒന്ന്, ഭൂമിയുമായി, താമസിക്കാൻ പോകുന്ന ഭൂമിയുമായി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മാലിന്യങ്ങളുടെ സമീപത്ത് താമസിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ചപ്പ് ചവറുകൾ കൊണ്ടുപോയി കൂട്ടുന്നതിന്റെ അടുത്ത് പോയിട്ട് പെരേറ്റി പാർക്കാതിരിക്കുക. മാലിന്യങ്ങളുടെ സമീപത്ത്, ചളിക്കുഴിയുടെ സമീപത്ത്, മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്ത്, അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കാതിരിക്കുക. മാലിന്യം ഇട്ട സ്ഥലവും നല്ലതല്ലാണ്. മുന്നേ കുറെ കാലം മുമ്പ് മാലിന്യം കൊണ്ടുപോയിട്ടിരുന്നതാണ്. പിന്നെ അതൊക്കെ തൂർത്ത് നല്ല മണ്ണൊക്കെ ഇട്ട് നേരാക്കിക്കണം. എന്നാലും ആ ഭൂമി അശുഭ ഭൂമിയാണ്, നല്ല ലക്ഷണം കാണിക്കുന്ന ഭൂമിയല്ല ആ ഭൂമി. അവിടെ താമസിക്കാതിരിക്കലാണ് നല്ലത്. ആരാധനാലയങ്ങളുടെ സമീപത്താകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളിയുടെയും അമ്പലത്തിന്റെയും ചർച്ചിന്റെയും സമീപത്ത് വീട് വെക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കണം. പള്ളിന്റെ സമീപത്ത് വീട് വെക്കുമ്പോൾ മിനാരത്തേക്കാൾ വലുപ്പം പോകാൻ പാടില്ല. വീട് മിനാരത്തേക്കാൾ വലുതാകാൻ പാടില്ല. പള്ളിക്ക് നേരെ അഭിമുഖമായി അതേ ദിശയിൽ വീടുണ്ടാക്കാൻ പാടില്ല. കുറച്ച് അങ്ങോട്ടോ തെറ്റിച്ചുണ്ടാക്കണം.
ഖിബിലക്ക് തിരിച്ചുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് വാതിലിക്കൽ വന്ന് നോക്കിയാൽ മദീനത്തെ പള്ളി കാണാമായിരുന്നു എന്ന് പറയുമ്പോ ഖിബിലക്ക് അഭിമുഖമായാണ് ആയിഷാ ബീവിന്റെ വീട് എന്ന് വരും. കാരണം അങ്ങനെയാണ്. ആയിഷാ ബീവിയുടെ വീട്ടിൽ നിന്ന് വാതിലിന്റെ അടുത്ത് വന്നാല് മദീനത്തെ പള്ളി കാണും. മിസ്രിൽ ഞങ്ങൾ ചെന്ന സമയത്ത് സഹാബാക്കൾ പറയാണ്, മിസ്രിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വീടുണ്ടാക്കി താമസിക്കാൻ നോക്കിയപ്പോ ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് വീടുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഞങ്ങളോട്. മിസ്രിൽ ചെന്നിട്ട് വീടുണ്ടാക്കുമ്പോ ഖിബിലയിലേക്ക് തിരിച്ചുണ്ടാക്കാൻ പറഞ്ഞു. അതിന് രണ്ട് കാര്യം കിട്ടും. ഒന്ന്, ഖിബിലയിലേക്ക് തിരിച്ച് പടിഞ്ഞാറ് ഖിബിലാശത്തേക്ക് ഖിബില മറി ശരിയാക്കി വീടുണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് കിട്ടും. അതിന് വേറൊരു കാര്യം കൂടിയും കിട്ടും. മിസ്രിൽ നിന്ന് കിഴക്കോട്ടാണ് ഖിബില. അതുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായി വീടുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്നും കിട്ടും. രണ്ട് കാര്യം കിട്ടുകയില്ലേ. ഒന്ന്, ഖിബിലയിലേക്ക് അഭിമുഖമായിട്ട് പടിഞ്ഞാട്ട് ദർശനമുള്ള വീടുകൾ കുഴപ്പമില്ല എന്ന് കിട്ടും. മിസ്റിന്ന് ഞങ്ങൾ ഖിബിലയിലേക്ക് തിരിച്ചു വീടുണ്ടാക്കി എന്ന് പറഞ്ഞാല് മിസ്രിൽ നിന്ന് കിഴക്കോട്ടാണ് ഖിബില ഉള്ളത്. അതുകൊണ്ട് കിഴക്കിലേക്ക് ദർശനമുള്ള വീടുകളും കുഴപ്പമില്ല എന്ന് കിട്ടും. വടക്കും തെക്കും ദർശനമുള്ള വീടാണെങ്കിൽ റോഡിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായും ഖിബില അടയാളപ്പെടുത്തിയിരിക്കണം. വടക്കും തെക്കും അഭിമുഖമാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ടൈൽസ് ഇടുമ്പോ ആ സൈഡിൽ കൂടെ കൊടുക്കണ വര ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ ഖിബില മറി തിരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. വീട്ടിൽ ഖിബിലയുടെ അടയാളം കാണിച്ചിരിക്കണം. പിന്നെ ദിക്ക് നോക്കുന്ന സമയത്ത് ഖിബിലമറി തിരിച്ച് വീടുണ്ടാക്കുകയാണോ നല്ലത്, അതോ ദിശക്കഭിമുഖമായി നേരെ തെക്ക് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിൽ ഉണ്ടാക്കുകയാണോ നല്ലത് എന്നതിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഖിബില തിരിച്ചിട്ട് പള്ളികൾക്ക് മാത്രമാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് കുറെ ആളുകൾ ബലപ്പെടുത്തിയത്. പള്ളികൾ ആരാധനാലയങ്ങൾക്ക് മാത്രമാണ് നല്ലത്, വീടിന് നല്ലതല്ല. വീടിന് നല്ലതല്ല എന്ന് പറയാൻ കാരണം മുകളിലൂടെയും താഴെയൂടെയുമുള്ള സഞ്ചാരം നേരെ ദിശയിലാണ്. മുകളിലൂടെ കാറ്റ് പോണത് നേരെ ദിശയിലാണ് പോവുക. അടിയിലൂടെ നീരൊഴുക്കും നേരെ ദിശയിലാണ് പോവുക. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ട് നേരെ ദിശയിലാണ്. അപ്പൊ ഈ ദിശക്ക് അനുകൂലമായി ഇങ്ങനെ വീട് നിന്നാല് ഭൂകമ്പങ്ങൾ, ഇടി തുടങ്ങിയവ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തി ഉണ്ടാവുക വീടുകൾക്ക്. ഇതിൽ നിന്ന് പള്ളി ഒഴിവാണ്. പള്ളി ഖിബിലക്ക് തിരിച്ചുണ്ടാക്കേണ്ടത്. വീടിന് ഏറ്റവും നല്ലത് ഖിബിലക്ക് തിരിച്ചുണ്ടാക്കാനല്ല, ദിക്കിന് ആധാരമായി ദിശ ശരിയാക്കിയിട്ട് ഒന്നുകിൽ നേരെ തെക്ക് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിശ ശരിയാക്കിയിട്ട് എടുക്കലാണ് നല്ല രൂപം എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി ഖിബിലക്ക് തിരിച്ചു ഒരാൾ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും മിസ്രിൽ നിന്ന് ഞങ്ങൾ ഖിബിലക്ക് തിരിച്ച് വീടുണ്ടാക്കി എന്ന ഹദീസിനോട് അത് യോജിക്കും. അതുകൊണ്ട് അതിനും വിരോധമൊന്നും പറയാൻ നിർവാഹമില്ല. ഇങ്ങനെയാണ് വീടുണ്ടാക്കുമ്പോൾ അതിന്റെ പരിസരം, ആ മണ്ണ്, ആ പ്രദേശം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മദീനത്തെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത്, മദീനയിലെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് തെക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള മരങ്ങളെ മുറിച്ചു കളഞ്ഞു എന്നും വടക്കും കിഴക്കും ഭാഗങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നും താരീഖിലുണ്ട്. എങ്ങനെ? തെക്കും പടിഞ്ഞാറും വശത്തുള്ള മരങ്ങളെ മുറിച്ചു, കിഴക്കും വടക്കും വശത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു പെരണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിയാല് പെരക്കുള്ള സ്ഥലം ആദ്യം കണ്ടതിന് ശേഷം അതിന്റെ രണ്ട് വശങ്ങളിൽ മരം വെച്ചു പിടിപ്പിക്കണം. രണ്ട് വശത്തുള്ള മരം വെട്ടുകയും ചെയ്യാം. പടിഞ്ഞാറും തെക്കും വശത്തുള്ള, ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ അവനാന്റെ പേരുണ്ടാവണം. അതിന്റെ തെക്ക്, അതിന്റെ പടിഞ്ഞാറ്, അതിന്റെ കിഴക്ക്, അതിന്റെ വടക്ക്, അതിങ്ങനെ മനസ്സിൽ വെച്ചെങ്കിലേ ഈ സംഗതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവനാന്റെ പേരേക്ക് ഇങ്ങനെ ആലോചിക്കണം. ഒരു പെരയില് മരങ്ങൾ നിൽക്കേണ്ടത്, ചെറിയ ചെടിയിൽ പെട്ടതല്ല കേട്ടോ. മരം എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുന്ന മരങ്ങൾ. ചെടികളൊക്കെ എവിടെ ഉണ്ടാക്കാം, 4 പുറത്തുണ്ടാക്കാം. ഓക്സിജൻ സാന്നിധ്യം കൂടുതൽ കിട്ടുന്നതാണ്. ഉയർന്നു പോകുന്ന മരങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്ക് കിഴക്ക് വടക്ക് വശങ്ങളിലായിരിക്കണം. മുറിക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലുള്ള മരങ്ങൾ മുറിക്കുകയും ചെയ്യാം. എന്താ തെക്കും പടിഞ്ഞാറും? തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് വശത്തു നിന്നാണ് ഓക്സിജൻ കൂടുതലായി നമുക്ക് കിട്ടേണ്ടത്.
കൂടുതൽ വായു നമുക്ക് കിട്ടേണ്ടത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള മരങ്ങൾ ഒഴിവാക്കിയാലേ നമുക്ക് വായു കിട്ടുള്ളൂ. മറ്റേത് വടക്കും കിഴക്കും ഭാഗത്ത് നമുക്കുള്ള ഓക്സിജൻ തടുത്തു നിർത്തി തരേണ്ട സ്ഥലമാണ്. അപ്പൊ അവിടെ മരം ഉണ്ടായാലേ തടുത്തു നിർത്താൻ പറ്റുള്ളൂ. അതന്നെയാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ മദീനത്തെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് തെക്കും പടിഞ്ഞാറും വശത്തെ മരങ്ങൾ മുറിച്ചതായും അതുപോലെ കിഴക്കും വടക്കും വശത്തെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായും താരീഖിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫലവൃക്ഷങ്ങൾ മുറിച്ച സ്ഥലത്തുണ്ടാക്കുന്ന വീടിൽ ബർക്കത്തുണ്ടാവില്ല. എല്ലാം കായ്ക്കണ ഒരു മൂച്ചിണ്ടായിരുന്നു, അതാണ് വെട്ടിങ്ങാണ്ട് അവിടെ ഒരു പെരാട് കയറ്റി. എന്നാൽ കിട്ടുന്ന വരുമാനമൊന്നും തയ്യില്ല. പിന്നെ ഫലവൃക്ഷങ്ങൾ മുറിച്ച സ്ഥലം പിന്നെ ചെയ്യേണ്ട അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ കാട്ടുക? അപ്പൊ അതേമാതിരി സാധനം വേറെ അപ്പുറത്ത് നട്ടുപിടിപ്പിച്ചുണ്ടാക്കണം. അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ചെയ്യേണ്ടി വന്നാല്, അല്ലെങ്കിൽ ഒരു മരം മുറിക്കുമ്പോൾ വേറെ ഒന്ന് നടണം. മരങ്ങൾ തസ്ബീഹിലാണ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നക്ഷത്രങ്ങളും മരങ്ങളും സുജൂദ് ചെയ്യുന്ന വസ്തുക്കളാകുന്നു. സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാല് മരങ്ങൾ തസ്ബീഹിലാണ്. അപ്പൊ സുജൂദിലെ തസ്ബീഹാണ് മരം ചെല്ലുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന തസ്ബീഹിലാണ് മരങ്ങളുള്ളത് 24 മണിക്കൂർ. അതുകൊണ്ട് ഒരു മരം മുറിക്കുമ്പോ വേറൊരു മരം വെക്കണം. പ്രത്യേകിച്ച് ഫലങ്ങൾ ഉള്ള മരങ്ങൾ. വീടിന്റെ സമീപത്ത് പാലുള്ള മരങ്ങൾ നല്ല ലക്ഷണമാണ്. പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാൽ ആലും ചേരും പാലൊന്നുമല്ല, അത് നല്ലതല്ല. പിന്നെ പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാല് നല്ല തടിച്ച് കൊഴുത്ത് കായുണ്ടാകുന്ന മരങ്ങൾ. ഒരു തന്തപ്പില എന്താ ഇതിന്റെ വണ്ണം, ആ തൊടു കണ്ടാ മനസ്സിലായി എന്ത് ഇവിടെ പേരുണ്ടാക്കി പാർക്കാൻ പറ്റും. നല്ലൊരു മൂച്ചിക്ക് നല്ല തടിച്ചിട്ടുള്ള എന്താ ഇതിന്റെ വലുപ്പമുള്ള മാങ്ങ, അതാണ് പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു മരം കണ്ടു. അല്ലെങ്കിലും ഇസ്തഫ്തി ഖൽബക എന്നാണ്. ഒരു ഭൂമിയിൽ നമ്മളിങ്ങനെ ചെന്ന് നോക്കിയാല് മനസ്സ് ആദ്യം പറയുന്നത് എന്താണോ അതാണ് ആ സ്ഥലത്തിനെ പറ്റിയുള്ള തീരുമാനം. ഒരു സ്ഥലത്ത് നമ്മൾ കച്ചവടമാക്കണം, സ്ഥലം കച്ചവടമാക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചെന്ന് കണ്ടപ്പോ തന്നെ ഒരു റാഹത്ത്, അൽഹംദുലില്ലാ, തരക്കടില്ല, പിന്നെ വില കൊണ്ട് ഒക്കണില്ല, അത് വേറെ കാര്യം. കണ്ടപ്പോ തന്നെ ഒരു റാഹത്തുണ്ടെങ്കിൽ അത് പാർക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലായി. അല്ല, ഒരു സ്ഥലത്തും ചെന്ന് നോക്കുമ്പോ ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് നമുക്ക് മിക്കവാറും നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മളെ മനസ്സെന്നെ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ മനസ്സ് ഭയങ്കര കപ്പാസിറ്റി ഉള്ള സാധനമാണ്. ഈ പെൻഡുലം ടെക്നിക്ക് എന്നൊരു സാധനമുണ്ട്, അത് മനസ്സിന്റെ കപ്പാസിറ്റിയാണ് ശരിക്കും. പെൻഡുലം ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നോക്കുന്ന സാധനമാണ്. പെൻഡുലം എന്നൊരു സാധനം ഒരു നൂലുമ്മേൽ തൂങ്ങുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ നോക്കിയാല് വെള്ളമുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങോട്ട് തിരിയും, വെള്ളമില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയും. വെള്ളം ഉണ്ടെങ്കിൽ വലത്തോട്ട്, വെള്ളമില്ലെങ്കിൽ ഇടത്തോട്ട്. അത് ശരിക്കും അവിടെ എന്താ പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഈ സാധനം കറാമത്തുള്ള സാധനമൊന്നുമല്ല, അതിന് കറാമത്തൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്? വെള്ളമുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ചെന്നാല് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഇവിടെ വെള്ളം ഉണ്ടോ ഇല്ലേ എന്ന് വരും. ഈ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയത്തെ ഒരു മൈക്രോ മൂവിംഗ് ആയി കയ്യിൽ അനുഭവപ്പെടും. ഒരു ചെറിയ ചലനം ഉണ്ടാവും കയ്യിൽ, ആ മനസ്സിനനുസരിച്ച്. ആ ചലനം ഒരു നൂലും ഒരു സാധനം ഇങ്ങനെ തൂങ്ങാണ്, അത് ഇങ്ങനെ ഇളകിയാൽ അടിക്കെത്തുമ്പോഴത്തേന് ഇങ്ങനെ വട്ടത്തിലാവും. അതാണ് സംഗതി. അപ്പൊ നമ്മളെ മനസ്സാണ് ശരിക്കും അത് പറഞ്ഞു തരുന്നത് ഇവിടെ വെള്ളം ഉണ്ടോ ഇല്ലേ. അപ്പൊ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യവും അവന്റെ മനസ്സെന്നെ പറയുന്ന, അത് ഒരാളുടെ മനസ്സിന്റെ കപ്പാസിറ്റിയാണ്. അവൻ ആവശ്യമുള്ളതൊക്കെ പറയും. അതാണ് ഹാസിബു ഖബല അൻ തുഹാസബു. വിചാരണക്ക് മുമ്പ് നിങ്ങളൊന്ന് സ്വന്തം വിചാരണ നടത്തിയും. എങ്ങനെ? നമുക്ക് തോന്നണം, അൽഹംദുലില്ലാ ഈ തോതിലാണ് മരിച്ചു പോവുകയാണെങ്കിൽ ഖബറിൽ കഴിച്ചിലാവുക ഇക്കാരം. അപ്പോഴാണ് അവൻ ഖബറിൽ കഴിച്ചിലാവുക. ഓരോരുത്തർക്കും തോന്നണം, അൽഹംദുലില്ലാ ഇക്കൊല്ലത്തെ നോലുമ്പോ ഏതായാലും ഉഷാറായിക്കോളെ എന്ന് ഓരോ ആൾക്കാരുടെയും മനസ്സ് പറയണമെന്നാണ്. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഹിസാബ് എടുത്തിരുന്നു എന്നാണ്. അപ്പൊ ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞ ഒരാളുടെ മനസ്സ് പറയാം. ഒരാൾ മരിക്കണതിന്റെ മുമ്പേ അവന്റെ മനസ്സ് പറയാ, ഞാൻ ഇങ്ങനെ ആണ് മരിച്ചെന്നാല് മിക്കവാറും എന്റെ ഹിസാബൊക്കെ രക്ഷപ്പെട്ട അവതൂർക്കൗസൊക്കെ കുടിച്ച് സിറാത്ത് പാലം കടന്നുകൊണ്ട് ജന്നത്തുൽ ഫിർദൗസിക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സ് പറയണം. അതാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ആരും മരിക്കരുത് ഇല്ല വഹുവ യുഹ്സിനുൽ ദന്ന ബില്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിനെ കൊണ്ട് നല്ല വിചാരം ഉണ്ടാകുന്നതുവരെ മരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഇങ്ങനെ മരിച്ചാൽ ഞാൻ കഴിച്ചിലൈക്കാരം എന്ന് തോന്നുന്നത് വരെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ നല്ലോണം ഇബാദത്ത് ചെയ്തോളി എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം.
അപ്പൊ ഒരു മനുഷ്യന് ആവശ്യമുള്ളവർക്ക് മനസ്സ് പറയും. അപ്പൊ ഒന്നാമത് അവന്റെ മനസ്സെന്താ പറയണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു സ്ഥലത്താണ് ചെന്നപ്പോ അവന്റെ മനസ്സ് അത് പാർക്കാൻ പറ്റുമോ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചുള്ള ഒന്നാമത് തീരുമാനം അതന്നെയാണ്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ നോക്കേണ്ടതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ സ്ഥലത്ത് വീടുണ്ടാക്കുമ്പോൾ അവിടുത്തെ സ്ഥലത്തിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാം. കിഴക്ക് വശവും തുറന്നതും പടിഞ്ഞാറ് വശം, കിഴക്ക് വശം താഴ്ന്ന് പടിഞ്ഞാറ് വശം ഉയർന്ന ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി. സമനിരപ്പായ സ്ഥലമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ നാടുകളിൽ ഏറ്റുചെറുക്കായ സ്ഥലങ്ങളാണ് കിട്ടുക. കുണ്ടും കുയ്യും ഉയരും താഴ്ചയും കുന്നും മലക്കായിട്ടുള്ള ഭൂമിയാണ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഭൂമിയാണെങ്കിൽ അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള ഭൂമി കിഴക്ക് വശം താഴ്ന്ന് പടിഞ്ഞാറ് വശം ഉയർന്നത്. എന്തിനാ? അത് സൂര്യപ്രകാശം കിട്ടാൻ തന്നെ. സൂര്യപ്രകാശം എന്നത് ഒരു ജീവോർജമാണ്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് സൗരോർജ്ജം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൗരോർജ്ജം ഏറ്റവും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കിഴക്ക് വശം പൊന്തിയായി കിട്ടൂല. പിന്നെ രണ്ടാമത് തെക്ക് വശം ഉയർന്ന് വടക്ക് വശം താഴ്ന്ന ഭൂമിയാണ്. വടക്ക് വശം താഴ്ന്നിട്ട് തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന ഭൂമി. ഇങ്ങനെ രണ്ടാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ കിട്ടുന്ന വെച്ചാൽ കിട്ടുന്നത്. പിന്നെ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. പിന്നെ ഏതാ കിട്ടുന്ന വെച്ചാൽ അവനടുത്ത് അടുത്ത് ഏതല്ല വെച്ചാൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കേട്ടോ. നമ്മൾ പുതിയതായിട്ടൊന്ന് വാങ്ങുകയാണെങ്കിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ആലോചന അതിലുള്ളൂ. നമ്മൾക്ക് ആകെ 3 സെന്റാണല്ലോ വെച്ചാൽ ഭൂമിയിലുള്ളേക്ക് ഏറ്റവും നല്ലത് ഏതന്നെയാണ്? നമ്മളെ 3 സെന്റ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. വേറൊന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ സംഗതിയൊക്കെ നോക്കേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭൂമി, ഒന്നാമത് സ്ഥലം തിരഞ്ഞെടുക്കുന്ന കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. രണ്ടാമത് ഇനി പ്ലാൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒന്ന് നാട്, രണ്ടാമത്തെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഭൂമി, അടുത്തതാണ് പ്ലാൻ ഉണ്ടാക്കൽ. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പാർക്കാനുള്ളതാണല്ലോ. ബൈറ്റ് എന്ന് പറഞ്ഞാല് രാത്രി താമസിക്കണം, കടന്നുറങ്ങാൻ പറ്റണം പെരയില്. ഒന്നാമത്തെ അതന്നെ കാര്യം. കടന്നുറങ്ങാൻ നേരത്തെ പേടിയാകുന്നതാണെങ്കിൽ ആ പെരയെ പാർക്കാൻ പറ്റൂല. ഒന്ന് കാറ്റിനെ തൊട്ട്, 2 മഴയെ തൊട്ട്, 3 വെയിലിനെ തൊട്ട് സുരക്ഷിതമായി ഓനും ഓന്റെ കുട്ടികൾക്കും ഉറങ്ങാൻ പറ്റണം. പെരയിലാണ് കടന്നാൽ ഉറക്കം വരണം. അതാണ് ഒന്നാം സ്ഥാനത്ത്. ബൈത്ത് രാത്രി താമസിക്കാനുള്ളതാണ്. പകല് നമുക്ക് പല പരിപാടിയുണ്ട്. രാത്രി ഒന്ന് വിശ്രമിക്കാൻ ചെല്ലുമ്പോ പെരേക്കാണ്ട് എത്തിയാൽ ഉറക്കം വരില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പടപടേച്ചിട്ട് ഒന്നായിട്ടും ചാടുകയാണെങ്കിൽ മേലെന്ന് എന്താ പിന്നെ അതുകൊണ്ട് പറ്റൂല. അത് ഏത് സീറ്റായാലും എത്ര സീറ്റായാലും നല്ല സുഖമായിട്ട് സന്തോഷത്തോടുകൂടെ കടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം ബെഡ്റൂം. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമാണ്. എവിടെയാണ് ഏറ്റവും നന്നായി ഉറങ്ങാൻ പറ്റിയ സ്ഥലം? ഏറ്റവും നന്നായി ഉറങ്ങാൻ പറ്റിയ സ്ഥലം, ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ 10 മാസവും ഭൂമധ്യരേഖയിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുക. മിക്കവാറും തെക്ക് വശത്തൂടെയാണ് സൂര്യന്റെ സഞ്ചാരം ഉണ്ടായിരിക്കുക. തെക്ക് ഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞാണ് നമ്മുടെ കേരളത്തിൽ സൂര്യസഞ്ചാരം അധികം ഉണ്ടാകുക. കുറഞ്ഞ സമയം അങ്ങനെ അല്ലാതിരിക്കുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ തെക്ക് വശം, ഏറ്റവും നല്ലത് തെക്ക് പടിഞ്ഞാറ് മൂല, രണ്ടാമത്തേത് തെക്ക് കിഴക്ക് മൂല, മൂന്നാമത്തേത് തെക്ക് വശം. ഇതാണ് ബെഡ്റൂമിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അതന്നെയാണ് ഇബാദത്തുകൾക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കടന്നുറങ്ങാൻ പറ്റുന്ന അതേ സ്ഥലം തന്നെയാണ് ഈ നിസ്കാര റൂം ഉണ്ടാക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ബെഡ്റൂം ഉണ്ടാക്കാൻ അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. കിടന്നുറങ്ങാനോ നിസ്കരിക്കാനും ഏറ്റവും പറ്റിയ സ്ഥലം ആയതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മറക്കിരിക്കാനും ബാത്റൂം പോകാനും മൂത്രയിക്കാനും കുളിക്കാനും ഒക്കെ നല്ലത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഏറ്റവും നന്നാവും. അപ്പൊ ഒന്നാമതായി ഡിസൈൻ ചെയ്യേണ്ടത് ബെഡ്റൂമാണ്. ബെഡ്റൂം വളരെ പ്രധാനമാണ്. രണ്ടാമതായി ഒരു വീട്ടിൽ ഒരാൾ നോക്കേണ്ടത് നിസ്കാര റൂമാണ്, ഇബാദത്തുകൾക്കുള്ള റൂം. മൂന്നാമതായി വളരെ പ്രധാനമായി വീടിൽ നിന്ന് ഒരാൾ ഡിസൈൻ ചെയ്യേണ്ടത് വിരുന്നുകാരെ സൽക്കരിക്കാനുള്ള ഗസ്റ്റ് റൂമാണ്. ലികുല്ലി ഷൈഇൻ സകാത്തുൻ വസകാത്തുൽ ബൈത്തി അൽളിയാഫാ ശഫീഉനാ റസൂലുള്ളാഹി. ലികുല്ലി ഷൈഇൻ സകാത്തുൻ, എല്ലാ വസ്തുക്കൾക്കും സകാത്തുണ്ട്. വസകാത്തുൽ ബൈത്തി, വീടിന്റെ സകാത്ത് അൽളിയാഫ, വിരുന്നു സൽക്കാരമാണെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിച്ചതിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നു. ഗസ്റ്റ് റൂം എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന റൂമിനെയാണ് ഗസ്റ്റ് റൂം പറയുന്നത്.
അത് ഡൈനിങ് ഹാളാണെങ്കിൽ ഡൈനിങ് ഹാളിനെയാണ് ഞാൻ ഗസ്റ്റ് റൂം എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഓഫീസ് റൂം ആണെങ്കിൽ ഓഫീസ് റൂമിനെയാണ് ഗസ്റ്റ് റൂം എന്നാണ് ഉദ്ദേശിച്ചത്. ചില വീട്ടിൽ ഓഫീസ് റൂം വേറെ ഉണ്ടാവും, ഗസ്റ്റ് റൂം വേറെ ഉണ്ടാവും, ഡൈനിങ് ഹാള് വേറെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. ഞാൻ ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം എവിടെയാണോ വെച്ചു കൊടുക്കുന്നത് ആ റൂമാണ്. അത് വീടിന്റെ സക്കാത്താണ്. അത് വീടിനോട് ചെയ്യുന്ന ഏറ്റവും. അപ്പൊ വിരുന്നുകാരെ പരിഗണിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു വീട്ടിൽ ഏറ്റവും സൗകര്യം ഉണ്ടാവേണ്ടത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കാണ്. വീട്ടിലേക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു പുതിയ നിസ്കാര കുപ്പായം എല്ലാ വീട്ടിലും വേണം. നമ്മുടെ വിയർപ്പ് കൂടിയും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മണക്കാൻ കൊടുക്കരുത്. നിസ്കാര കുപ്പായം തിരുമ്പല് റമദാനിലല്ലേ ഉള്ളൂ, പിന്നെ ചെല്ലോ. പിന്നെ അപൂർവം ചില പെണ്ണുങ്ങൾ ആ മാസക്കുഴി ഉണ്ടാകുമ്പോൾ തിരുമ്പിടും. അത് വളരെ അപൂർവമാണ്. മിക്കവാറും ആ നനച്ചുളിന്റെ സമയത്താണ് നിസ്കാര കുപ്പായം തിരുമ്പലുള്ളൂ. അപ്പൊ ഒരു കൊല്ലത്തെ വിയർപ്പൊന്നും വിരുന്നേർക്ക് മണക്കാൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെരയില് വിരുന്ന് വരുന്നവർക്ക് നിസ്കരിക്കാൻ നല്ലൊരു നിസ്കാര കുപ്പായം പുതിയത് നേരങ്ങത്തിൽ എടുത്തുവെച്ച വേണം. ഓർക്കൊരു മുസല്ലി പായ ഇതൊക്കെ വേറെ ഒരാൾക്കുള്ള സൗകര്യം വേണ്ടോ കേട്ടോ. കൂടുതൽ ആൾ വരുമ്പോൾ ഇതിനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള എല്ലാവർക്കും കൂടി സൗകര്യം. നമ്മൾ പള്ളിയൊന്നുമല്ലല്ലോ, പെര പാർക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ. ഒരാൾക്കുള്ള സൗകര്യം, ഈ പറഞ്ഞതൊക്കെ ഒരാൾക്കുള്ള സൗകര്യം ഉണ്ടാകുന്നുള്ളൂ. ഒരാൾ പുറത്തുനിന്ന് വന്നാൽ കടന്നുറങ്ങാനുള്ളത്, മൂത്രയിക്കാനുള്ളത്, കക്കൂസ് പോകാനുള്ളത്, ഭക്ഷണം കഴിക്കാനുള്ളത്, ഇങ്ങനെ വിരുന്ന് വരുന്ന ഒരാൾക്കുള്ള സൗകര്യം നമ്മുടെ ഇപ്പൊ ലിയാഫത്തിന്റെ റൂമ്. ചില ഡൈനിങ് ആൾക്കാണ് ചെന്ന് നോക്കിയാൽ അടുക്കളേക്കും കാണും, പിന്നെ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും അവിടേക്കും കാണും. ഈ വീടില് എപ്പോഴും പുറത്തുനിന്ന് വരുന്നവർക്ക് എത്താവുന്ന ഒരു ഏരിയയും അവർ പെട്ടെന്ന് കടന്നു ചെല്ലാത്ത ഒരു ഏരിയയും ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഭാര്യ സന്താനങ്ങൾ പെരുമാറുന്ന ഏരിയയിലേക്ക് പെട്ടെന്ന് കടക്കാൻ തോന്നരുത്. അതിനവിടെ എന്തെങ്കിലും ഒരു കിണീസുണ്ടാണ്. എന്തായാലും വേണ്ടില്ല, അവിടെ നിന്ന് കടക്കുന്നത് കേസിൽ ഇടിഞ്ഞ വഴിയായാൽ മതി, അല്ലെങ്കിൽ ബർഗർ കർട്ടൻ അവിടെ തൂക്കിട്ടാൽ മതി. പെട്ടെന്ന് ഒരാൾക്ക് അങ്ങോട്ട് കടക്കാൻ തോന്നരുത്. ഒന്നിങ്ങനെ നിന്ന് നോക്കാനേ തോന്നാൻ പറ്റും. അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരിക്കണം പുറത്തുനിന്ന് വരുന്നവരും വീട്ടുകാരും. അപ്പൊ വീടിന് നല്ലതാണ്. അപ്പൊ ഗസ്റ്റ് റൂം എന്ന് പറയുന്നത് അതിക്കൊരാൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അതിലൊരാൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ എല്ലാ ബെഡ്റൂമും ഡൈനിങ് ഹാൾക്ക് വരുന്ന ചില പേരുകളൊക്കെ കാണാം. ചില കുടിയിരിക്കലിനൊക്കെ ചെന്നാല് ബെഡ്റൂമിലും ചെന്നിരുന്നാൽ, പിന്നെ ഡൈനിങ് ഹാളിലും ചെന്നിരുന്നാൽ എല്ലാ ബെഡ്റൂമും അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും പാടില്ല. അത് ഇപ്പറഞ്ഞ ഗസ്റ്റ് റൂമല്ല, ലിയാഫത്തിന് പറ്റിയതല്ല. അത് പെരക്കാർക്ക് ചോറ് കഴിക്കാൻ പറ്റും പെരുന്നാക്ക്. പുറത്തുനിന്ന് ഒരാൾക്ക് പറ്റണമെങ്കിൽ അതിനുള്ള കോലത്തിലായിരിക്കണം. ഒറ്റ ബെഡ്റൂമോ അറ്റാച്ച് ചെയ്യാതെ ഒന്നും ചിലപ്പം പറയാൻ കഴിയില്ല. ഒരു വാതിലൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് വന്നേക്കാം. എന്നാലും ബാക്കിയുള്ള സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് പെരുമാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ സ്ഥലത്താണ് വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടത്. അപ്പൊ ഒന്ന് കിടക്കുന്ന റൂമ്, രണ്ടാമത്തേത് വിരുന്നുകാരുടെ റൂം. മൂന്നാമതായി ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോണിയാകുന്നു. ഒന്നാമത്തെ കോണിയാണ്, മേലക്കുള്ള കോണി. എന്താ കോണി? കോണിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കോണി പുരോഗതിയിലേക്കുള്ള കയറ്റാണ്. പുരോഗതിയിലേക്കുള്ള ഉയർച്ചയിലേക്കുള്ള കയറ്റമാണ് കോണി എന്ന് പറഞ്ഞത്. കോണിയും കൂടെ ഓൻ കയറിയോ കയറിയില്ലെന്ന് മാത്രമല്ല, പുരോഗതിയുടെ അടയാളമായ കോണി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ വീടിനെ ബാധിക്കും. നമ്മുടെ വീടിന്റെ എല്ലാ പരിസരത്തുള്ള മുഴുവൻ സാധനം നമ്മളെ ബാധിക്കും. എല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. മണ്ണിന്റെ തറയുള്ള വീടിലെ ആളുടെ സ്വഭാവവും കല്ലിന്റെ തറയിട്ട വീടിന്റെ ആളുടെ സ്വഭാവവും രണ്ടായിരിക്കും. മനസ്സിലാക്കാൻ മാത്രം വ്യത്യാസം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. മണ്ണിന്റെ തറയുള്ള വീട്ടിൽ, ചെങ്കല്ലിന്റെ തറയുള്ള വീട്ടിൽ താമസിക്കുന്നവന്റെ സ്വഭാവവും കരിങ്കല്ലിന്റെ തറയുള്ള വീട്ടിൽ താമസിക്കുന്നവന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വാതിൽ വെക്കാന് ഏറ്റവും നല്ലത് തേക്കാണ്. പൈസ ഉണ്ടെങ്കിൽ വാതിൽ വെക്കാൻ ഏറ്റവും നല്ലത് തേക്കിന്റെ വാതിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീടിന്റെ വാതിൽ തേക്ക് കൊണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരാണത്. എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരാണ്. വീടിന് ഏറ്റവും നല്ലത് തേക്കാണ്. എന്തുകൊണ്ട്? ആയിഷ ബീവിന്റെ വീടിന്റെ വാതില് തേക്ക് കൊണ്ടായിരുന്നു. മറുപടി വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണത്. അതുകൊണ്ട് വീടിന് വാതിൽ വെക്കാൻ ഏറ്റവും നല്ലത് തേക്കാണ്. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, ഒരു കാപഡ്യം. വേറെ എന്തേലും മരത്തിന് തേക്കിന്റെ പൈന്റ് അടിക്കല്, അതൊരു കാപഡ്യാണ്. ഉള്ളിലുള്ളതിനെതിരെ പുറത്ത് കാണിക്കുന്നതിനാണ് നിഫാഖ് എന്ന് പറയാം. ഉള്ളില് സിമന്റാണ്, പുറത്ത് തേക്കാണ്. അങ്ങനെ ഉണ്ടാവും ചിലടത്ത് എന്ന തൂണ്. ഹറാമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ബർക്കത്ത് ഉണ്ടാവില്ല.
ഹറാമെന്നൊന്നും ഞാൻ പറയണില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, വേണ്ടാന്നും ഞാൻ അഭിപ്രായമില്ല. അതുകൊണ്ടൊക്കെ വീട്ടിലെ ബറക്കത്ത് കുറയും. എന്താ ഇപ്പൊ സിമെന്റാന്ന് ആൾക്കാർ അറിഞ്ഞാൽ നമുക്ക് വരാനുള്ളത്? വല്ലതും വരാണ്ടോ? ഇല്ലല്ലോ. തേക്കായിക്കോട്ടെ, വീട്ടിക്കോട്ടെ, ഈറ്റിയായിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ലല്ലോ. അതങ്ങനെ തന്നെ. എന്താ പ്രശ്നം? നമ്മൾക്ക് കായില്ലാത്തോണ്ടല്ലേ. ഉണ്ടെങ്കിൽ നമ്മളും തേക്ക് വെക്കൂലേ? എന്തിനാ പിന്നെ വേറെ ആളെ തേക്കിന്റെ പെയിന്റ് മാത്രമേ നമ്മൾ കടമെടുക്കണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളുള്ള അനിപ്പിലാവ് മതിയെന്ന്. അതങ്ങനെ നിന്നോട്ടെ, എന്താ പിന്നെ പ്രശ്നം? അതാണ് ഏറ്റവും നല്ലത്. ഉള്ളിലുള്ളതിനെതിരെ പുറത്ത് കാണിക്കുന്ന ഒരു സമീപനം വീട്ടിൽ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമെന്നുള്ള അർത്ഥത്തിലൊന്നല്ല, വീട്ടിന്റെ ബർക്കത്തൊക്കെ അതുകൊണ്ട് നഷ്ടപ്പെടും. ബർക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ട് കാര്യം? ഏറ്റവും ബർക്കത്തുണ്ടാകേണ്ടത് പെരയിലാണ്. ഏറ്റവും ബർക്കത്തുണ്ടാകേണ്ടത് വീട്ടിലാണ്. വീടിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നതാണ്. അവിടുത്തെ ഓരോ മരങ്ങൾ, ഓരോ ഇഷ്ടികകൾ, ഓരോ കല്ലുകൾ, അവിടെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ, നിലത്ത് വിരിച്ച കാർപ്പറ്റ്, അവിടുത്തെ കസാരകൾ എല്ലാം നമ്മളെ സ്വാധീനിക്കും. ഒരു വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് ഒന്ന് അടുക്കള, ഒന്ന് ബാത്റൂമാണ്. ഒരു പെരയിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് ഒന്ന് അടുക്കള, രണ്ടാമത്തെ ബാത്റൂം. ബാത്റൂമിൽ നിസ്കരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, വേണ്ടി വന്നാൽ നിസ്കരിച്ചാൻ പറ്റണം. നിസ്കരിച്ചണ്ട, ബാത്റൂമിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, കറാത്തല്ലേ. വേണ്ടി വന്നാല് നിസ്കരിക്കാൻ മാത്രം വൃത്തി ഉണ്ടാവണം എന്ന്. അടുക്കളയിൽ നിസ്കരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, വേണ്ടി വന്നാൽ അവിടെ നിസ്കരിക്കാൻ മാത്രമുള്ള വൃത്തി ഉണ്ടായിരിക്കണം. ഒരു വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് ഒന്ന് അടുക്കള, രണ്ട് ബാത്റൂം. മുറ്റത്ത് ഇന്നോവ ഉണ്ടായിട്ട് കാര്യമില്ല അടുക്കള വൃത്തിയില്ലാതെ, അല്ലെങ്കിൽ ബാത്റൂം വൃത്തിയില്ലാതെ. ഇന്നോവ വളരെ സാറാണ്, അത് നല്ല അടിപൊളിയായിട്ട് നിർത്തി. 2 ഉണ്ടോ? ഒന്നും കൂടിയല്ല. പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു അഴുട്ടോ വേറെയുണ്ട്. ഒരു കാര്യമില്ല, ബാത്റൂം വൃത്തിയാണോ അടുക്കള വൃത്തിയാണോ, അതാണ് ഏറ്റവും. മുന്നൊക്കെ പെയിന്റ് അടിച്ചിരിക്കണം. കക്കൂസ് കൈകളില്ലെങ്കിൽ എന്താ പോകേണ്ട കാര്യം? അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും ഈ പറഞ്ഞ ഇങ്ങൊക്കെ ബാധകമാണ്, എനിക്കും ബാധകമാണ്, വേറുള്ളവർക്കല്ല. നമ്മളിപ്പോ ഈ കൂടിയവർക്ക് നമ്മളൊക്കെ ബാധകമാണ്. നമ്മളൊക്കെ അതിന് ഉത്തരവാദിയാണ്. ചില വാപ്പാരുണ്ട് കക്കൂസ് പോയാൽ ഒരു തുള്ളി വെള്ളം വരാതെ പോരും. പള്ളിക്കത്തെ വയറേക്കാന്, കപ്പത്തെ പള്ളിയേക്ക്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാവേണ്ടത് കക്കൂസ്. സംഘത്തിനോട് എന്ത് തോന്നിയിട്ടും കാര്യമില്ല, അതാണ് വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാവേണ്ടത്. അത് ഞമ്മക്കല്ല, പുറത്തുനിന്ന് വരുന്ന ഒരാൾ സർട്ടിഫിക്കറ്റ് തരണം, നല്ല വൃത്തിയുണ്ട്. വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാവേണ്ട സ്ഥലം അതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന് താഴെ മതി. അപ്പൊ കോണിനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ അത് പുരോഗതിയിലേക്കുള്ള കയറ്റം, അതുകൊണ്ട് ശ്രദ്ധിക്കാണ്ട്. എന്താ ശ്രദ്ധിക്കാനുള്ളത്? പുരോഗതിയിലേക്ക് പോകുന്ന എല്ലാ സാധനങ്ങളും ആന്റി ക്ലോക്ക് വേസിലാണ് പോവുക. അതായത് വാച്ചിന്റെ സൂചി തിരിയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് പുരോഗതിയിലേക്കുള്ള എല്ലാ സാധനവും പോണത്. ഒരു മരത്തുമങ്ങൾ വള്ളി കയറിയ നോക്കിക്കളുണ്ട്, വാച്ച് ഇങ്ങനെയുള്ള പോവാണ്. ഇതിന്റെ നേരെ എതിരിൽ ഇങ്ങനെയാണ് മരത്തുമ്മ വള്ളി കയറാം. ഏത് മരത്തിൽ നിങ്ങൾ പോയി പോയിക്കോളി. ഇങ്ങനെ അഥവാ ഒരു വള്ളി കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കുരുളകം ഉണ്ടാവില്ല. ഒരു കുരുളകം വള്ളി ഇങ്ങനെ കയറിയാല് അതിന് കുരുളകം ഉണ്ടാവില്ല. അപ്പൊ എന്തുവാണ്, അത് മൊത്തം അടർത്തി എടുത്തിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. ആന്റി ക്ലോക്ക്. ഈ വാച്ച് എപ്പോഴും ആലോചിച്ചാൽ മതി. തവാഫ് ഇങ്ങനെയാണ്. തവാഫ് ഇതിന്റെ നേരെ ഇരുത്തിട്ടാണ് തവാഫുള്ളത്. തവാഫിന്റെ രൂപം, അതായത് നമ്മുടെ മോട്ടറിന്റെ ഉള്ളിലെ വയറിംഗ് ഉണ്ടാവും. അതേ രീതി ആന്റി ക്ലോക്ക് വൈസിലാണ് മോട്ടറിന്റെ ഉള്ളിലെ വയറിംഗ് ഉണ്ടാവുക. അതാണ് കന്ന് കൂട്ടുന്ന രീതി. കന്ന് അങ്ങനെ പൂട്ടേണ്ടത് എങ്ങനെ? ഇപ്പൊ കന്ന് കൂട്ടലില്ല, പൂട്ടേണ്ടത് അങ്ങനെയാണ്. എങ്ങനെ? ആന്റി ക്ലോക്ക്. വാച്ചിലെ സൂചി പോകുന്നതിന്റെ, വാച്ചിലെ സൂചി ഇങ്ങനെ പോണത്, അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് പുരോഗതിയിലേക്കുള്ള എല്ലാ കയറ്റങ്ങളും ഉണ്ടാവേണ്ടത്. അതാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കോണി അങ്ങനെയായി. കോണി അങ്ങനെ, വാച്ചിലെ സൂചി ഇങ്ങനെ തിരിയുമ്പോ കോണി ഇങ്ങനെ കയറി തിരിയുന്നതാവരുത്. കോണി ഇങ്ങനെ കയറി ഇങ്ങോട്ട് തിരിയുന്നതാവണം. ഉണ്ടാക്കിയവർ തച്ച് പൊളിച്ചാണ്ട് അടങ്ങാറുണ്ടാക്കാൻ പോണ്ട. ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഉണ്ടാക്കുക. ആ സാരി വയസ്സ് വയറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേര മുഴുവൻ പൊളിഞ്ഞു എന്നാവരുത്. അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഉണ്ടാക്കണ പേരന്റെ കോണി അങ്ങനെ ആക്കണം. കോണി വളരെ പ്രധാനമാണ്. അപ്പൊ ഒന്ന് കിടന്നുറങ്ങണ റൂം, രണ്ടാമത് ഗസ്റ്റ് റൂം, മൂന്നാമത്തേത് ആരാധനാമുറി, നാലാമത്തേത് കോണി, അഞ്ചാമത്തേത് ബാത്റൂം. ഇനി ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമാണ്. ബാത്റൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബേജാറ് തുടങ്ങുന്ന ഒരു തലക്കം തന്നെയാണ്. കാരണം ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ കാര്യത്തിൽ. അവിടെ ബാത്റൂം പറ്റൂല, ഇവിടെ ബാത്റൂം പറ്റൂല, മറ്റോടത്ത് പറ്റൂല എന്നൊക്കെ. പറ്റൂല എന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ്. നമുക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റൂല ഉറപ്പന്നല്ലേ. ഏത് സാധനം ഒരു സംഗതി നമ്മൾ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത്. എന്നാ പറ്റൂല. ബുദ്ധിമുട്ടില്ലെങ്കിലൊക്കെ പറ്റും.
ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ചിലതൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കണം നല്ലതാണ്. ചിലതൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ബെഡ്റൂമിനും ആരാധനാമുറികൾക്കും ഏറ്റവും അനുയോജ്യമായ തെക്ക് വശം ബാത്റൂം ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ നേരെ തെക്കിന്റെ എതിർവശമായ വടക്ക് വശമാണ് ബാത്റൂമുകൾക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യം. ബാത്റൂമിൽ തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. നേരെ തെക്ക് വശം നല്ലതല്ല, അപ്പൊ അതിന് നേരെ എതിരിലുള്ള വടക്ക് വശം. ആ വടക്ക് വശത്ത് ഈ ലോങ് ഏത് വരെ എടുക്കാം, നീളം ഈ തല മുതൽ ആ തല വരെ മുതൽ ഏത് തല വരെയും കക്കൂസ് ഉണ്ടാക്കാം, ബാത്റൂം ഉണ്ടാക്കാം. അതിന് പറ്റിയ സ്ഥലം. കുളിറൂം ഇതിൽ നിന്ന് ഒഴിവാണ്. കുളിറൂം ഈ പറഞ്ഞ ഓതുണ്ടാക്കുന്ന സ്ഥലം, കുളിക്കുന്ന സ്ഥലം, അതൊന്നും പ്രശ്നമല്ല. മൂത്രയിക്കുന്നയും അതുമാതിരി കക്കൂസുമാണ് ഈ പറഞ്ഞതിൽ പ്രധാനമായിട്ടുള്ളത്. ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടുമല്ലാതെ മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബാത്റൂമിന്റെ അകത്ത് സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ മിസ്റിൽ ചെന്ന സമയത്ത് ബാത്റൂമുകളിൽ തിരിഞ്ഞിരിക്കലായിരുന്നു പതിവ്. കാരണം അവിടുത്തെ ബാത്റൂമൊക്കെ ഖിബിലക്ക് നേരെയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അങ്ങനെയാണ് പതിവ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഒന്നുകിൽ തെക്കോട്ട് തിരിഞ്ഞെടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞെടുക്കാൻ പറ്റിയത്. സംഗതി മറുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ കുഴപ്പമില്ല എന്നുള്ളതല്ല നോക്കേണ്ടത്, നല്ലത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാത്തത് നോക്കാം. ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കുമ്പോ നല്ലത് നോക്കണം. അപ്പൊ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം കിഴക്കോ പടിഞ്ഞാറോ തിരിഞ്ഞല്ലാതെ ഇരിക്കാൻ പറ്റുന്നത്, വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരിക്കാൻ പറ്റുന്നത്, അതാണ് ബാത്റൂമിന്റെ ഉള്ളിലെ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നന്നായി വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. മുഅ്മിനീങ്ങളുടെ ബാത്റൂമില് നമ്മൾ ഇരിക്കാൻ വേണ്ടി കല്ലിടുമ്പോ വലത്തെ കാലിനേക്കാൾ ഒരു പൊടി ഇടത്തെ കാല് താത്തി വെക്കാൻ കഴിയുന്ന രൂപത്തിൽ ടൈൽസ് ഒരൽപ്പം താത്തി കൊടുക്കണം. ഫത്വൽ മുഈൻ ഉൾപ്പെടെയുള്ള എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് മലമൂത്ര വിസർജനത്തിന് ഇടത്തെ കാലിലേക്ക് ചാരിയിരിക്കണം എന്ന്. ആ ചാരിയിരിക്കാൻ കഴിയണമെങ്കിൽ ഇടത്തെ കാല് ഒരു ലേശം, ഒരു പൊടിക്ക് 1 സെന്റിമീറ്റർ ആ ടൈൽസ് ഒന്ന് താത്തി കിട്ടാൻ മതി, എന്നാൽ ചെരിഞ്ഞിരിക്കാൻ പറ്റും. അപ്പൊ ബാത്റൂമിന്റെ ഉള്ളിൽ കാല് വെക്കാൻ വേണ്ടി ഇടുന്ന ഫുഡ് റെസ്റ്റ്, അതിന്റെ ഇടത്തെ ഭാഗത്തുള്ള ഇടത്തെ കാല് വെക്കാനുള്ളത് ഒരൽപ്പം 1 സെന്റിമീറ്റർ ഒന്ന് താത്തിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ വളരെ നല്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിച്ചിരിക്കേണ്ടി വരും ഇടത്തെ കാൽമൊക്കെ. ഇങ്ങനെ ചെയ്താൽ പിന്നെ ഇരുന്നാൽ ഇടത്തെ കാൽമൊക്കെ വരുള്ളൂ. 1 സെന്റിമീറ്റർ താത്തിട്ടാല് അതിൽ ഇരുന്നാൽ ഭാരം ഇടത്തെ കാൽമൊക്കെ വരുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഭാരം ഇടത്തതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. ബാത്റൂമിൽ പോണ നിബന്ധന ആദാബുൽ ഖലാ പറഞ്ഞുകൊടുത്ത് ഫിഖിന്റെ എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്, ഇടത്തെ കാലിലേക്ക് ചാരിയിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ബാത്റൂം ആണെങ്കിൽ ആ ബാത്റൂമിൽ പെട്ടെന്ന് ചാരിയിരിക്കാൻ പറ്റും. ബാത്റൂം എല്ലാ വീട്ടിലും ഉണ്ടാവേണ്ടതാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ എന്ന് മനസ്സിലാവും. അള്ളാന്റെ റസൂല് മലമൂത്ര വിസർജനങ്ങൾക്ക് ആളുകൾ കാണാത്ത സ്ഥലത്തേക്ക് ഒഴിഞ്ഞു പോവൽ പതിവുണ്ടായിരുന്നു എന്ന ഹദീസിലുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത് ബാത്റൂമിന് 2 ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. ഒന്ന്, ബാത്റൂമിൽ വാതിലടച്ച ഒരാൾ ഇരുന്നാൽ ഒരിക്കലും വാസന പുറത്തേക്ക് വരാതിരിക്കണം. 2, ശബ്ദം പുറത്തേക്ക് വരാതിരിക്കണം. രണ്ടാണ് ബാത്റൂമിനുള്ള നിബന്ധന. അപ്പൊ നല്ല ഡോറായിരിക്കണം. തല്ലിപ്പൊളി ഡോറുണ്ടെങ്കിൽ ബാത്റൂമിന് വെക്കുകയല്ല, പ്രത്യേകിച്ച് പള്ളിയുടെ ബാത്റൂമിനെ പറ്റൂല. പള്ളിക്കത്തെ ബാത്റൂം പോയിക്കണം, നിങ്ങൾ പിടുത്തല്ല. നിങ്ങൾ എവിടെയെങ്കിലും പള്ളിക്കത്തെ ബാത്റൂം പോയിക്കണമെങ്കിൽ കുറ്റി ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിയിട്ടുണ്ടാവും, അത് കൊളത്താൻ പറ്റൂല. വാതിൽ മുഴുവൻ അടിയില, അതിന്റെ പകുതി കീറിയിട്ടുണ്ടാവും, ഡോറ് കീറന്നിട്ടുണ്ടാവും, ഡോറിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കാണും, വീണ്ടും ചെന്ന് ഇങ്ങോട്ടും കാണും. അങ്ങനെ ഉണ്ടാവും. പെരേത്താണ് ഇപ്പൊ ചർച്ചാ വിഷയം, പള്ളിക്കത്തെ അല്ല. അത് കൂട്ടത്തിൽ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം. ബാത്റൂമിന്റെ ഡോർ ഉഷാറാവണം, വാസന പുറത്തേക്ക് വരരുത്, ശബ്ദം പുറത്തേക്ക് വരരുത്. നബിതങ്ങൾ ഇത് രണ്ടും ആർക്കും എത്താത്ത തരത്തിൽ മലമൂത്ര വിസർജനങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്ന ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിന്റെ വാതിലിന്റെ കാര്യം, മുകൾ ഭാഗം ഓപ്പണായ ബാത്റൂം നല്ലതല്ല.
മോൾ ഭാഗം ഓപ്പൺ ആണ് ചില ബാത്റൂമൊക്കെ. വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില ബാത്റൂമിന്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്യും. മുകൾ ഭാഗം അടഞ്ഞ ബാത്റൂമാണ് ഏറ്റവും നല്ലത്. വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, വായു പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ബാത്റൂം ഡിസൈൻ ചെയ്യുക എന്നതാണ് വീട്ടിലെ മറ്റു പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ വീടിന്റെ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കട്ടിങ്ങുകൾ പരമാവധി ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കട്ടിങ് എന്നൊരു ഫാഷനാണ്. അതായത് മുന്നിക്ക് കുറച്ച് അങ്ങോട്ട്, ഈ സൈഡിക്ക് ഇങ്ങോട്ട്, ഫ്രണ്ട് ഇങ്ങനെ കൂർത്തുങ്ങാണ്ട്, ബാക്കിൽ ഇങ്ങനെ ഒരു വാല്, അതൊക്കെ ഒഴിവാക്കിയിട്ട് കഅബയാണല്ലോ ഇന്നൗവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം കഅബയാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ വീടിന്റെ രൂപം അത് മലക്കൾ ഉണ്ടാക്കിയതാ പണ്ട്. അതിനുശേഷം മനുഷ്യരുണ്ടാക്കി. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കി. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജലപ്രളയത്തിൽ തകർന്നു, വീണ്ടും ഉണ്ടാക്കി. ഖുറൈശികളുടെ കാലത്ത് പുനർനിർമ്മിച്ചു. സഹാബികളിൽ നിന്നും പലരും പിന്നീട് പുനർനിർമ്മിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ വീണ്ടുണ്ടാക്കി. എത്ര ഉണ്ടാക്കിയിട്ടും അതിന്റെ ഇപ്പോഴും രൂപം ചതുരാണ്. സമചതുരമാവണമെന്നില്ല, ദീർഘചതുരായാലും മതി. സമചതുരാവണമെന്നില്ല, സമചതുരായാലും നന്നായി, ഇല്ലെങ്കിൽ ദീർഘചതുരം. കഅബയോട് ഒപ്പിക്കുക. കഅബയോടൊപ്പിക്കുക ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കഅബയോടൊപ്പിക്കണമെന്ന് വന്നിട്ടുണ്ട്. അത് രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന് കഅബയുടെ നേരക്കാക്കുക എന്നും, അതായത് കിബിലക്ക് തിരിച്ചാക്കുക എന്നും. രണ്ടാമത്തേത് ചതുരത്തിലാക്കുക. അപ്പൊ നല്ല വീട് ചതുരാണ്. സമചതുരം വേണ്ട, ദീർഘചതുരായാലും മതി. ഉള്ളിക്ക് കട്ടിങ് ഉണ്ടാകാൻ പറ്റില്ല, പുറത്തേക്ക് കട്ടിങ് ഉണ്ടാകാൻ പറ്റില്ല. ഉള്ളുക്കും പുറത്തേക്കുമുള്ള കട്ടിങ് യാതൊരു കാരണവശാലും തെക്ക് വശത്തേക്ക് ആവാതിരിക്കുകയും ചെയ്യണം. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതൊരിക്കലും തെക്ക് വശത്തേക്ക് ആവരുത്. എന്താ തെക്ക് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല്, തെക്ക് ഇങ്ങനെ പറയാൻ കാരണേ ശൈത്താനെ പറ്റി അറിയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ശൈത്താന്റെ മക്കാമ് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ശൈത്താനെ പറ്റി ഏറ്റവും നല്ല അറിയുന്ന ആൾക്കാർ ഭാരതീയരാണല്ലോ. ഒരിക്കലുള്ള ശൈത്താനെ ആരാധിക്കുന്ന പണിയുള്ളത്. ഭാരതീയാണ് ശൈത്താനെ പറ്റി ഏറ്റവും നല്ലോണം അറിയാം. കാരണം ഓർക്കാണ് ശൈത്താനെ ആരാധിക്കുന്ന പണിയുള്ളത്. ഓല് പറയാ ശൈത്താൻ, ഒരു വീട്ടില് ശൈത്താൻ നിൽക്കണ മൂല തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ ഓല് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കേട്ടോ, ശൈത്താൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നോക്കാം. അല്ലെങ്കിലോ അങ്ങനെ ഒരു ശൈത്താണെങ്കിൽ വരട്ടെ, ഓനെ ഞാൻ കാണിച്ചു കൊടുക്കാനും തീരുമാനിക്കാം. പക്ഷെ രണ്ടാമത് തീരുമാനം എടുക്കുമ്പോ കുട്ടികളും മക്കളെ ഒന്ന് പരിഗണിക്കണം. അല്ല അവനെ ഒറ്റക്കല്ലല്ലോ പെരെ പാർക്കണത്. കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ തീരുമാനം എടുക്കാം. ഈമാനുള്ളവനെ, നല്ല ഇബാദത്തുള്ളവനെ. പിന്നെ വേറൊന്നേ, ഈ പറഞ്ഞ അദാബ് വീട്ടിൽ ഇബാദത്ത് ചെയ്യുന്നവനെ ഉണ്ടാവുള്ളൂ. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് ദ്രോഹം എന്ന് പറഞ്ഞത് ആർക്കേ ഉള്ളൂ? വീട്ടിൽ ഖുർആൻ ഓതേ മങ്കൂസ് മൗലൂദും ബദർവയ്ത്തും ഓതുന്നവനുള്ളൂ, നിക്കരിച്ചും ചിരിനവനുള്ളൂ. അല്ലാത്തവന് ഈ ബുദ്ധിമുട്ട് വരില്ല. നല്ലൊരു വളർത്തുക പഠിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വീട് മുസ്ലിങ്ങളുടെ വീടിന് മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. കാരണം എന്താ? ശൈത്താന്റെ മക്കാമാണ് എന്ന് ശൈത്താനെ പറ്റി ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാർ പറഞ്ഞാല് അത് ചിലപ്പോ ഒരു പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടാവും എന്ന് തീരുമാനിച്ചുകൊണ്ട് എന്നാ വേണ്ട എന്ന് വെക്കലാണ് ഏറ്റവും നല്ല രീതി. അതുകൊണ്ടാണ് ആ ഭാഗം ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അത് ഒരുപാട് ആളുകളുടെ അനുഭവം പറയുന്ന ഒരു കാര്യമാണ്. അതിനെതിരിൽ നമുക്ക് നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നിർത്തം അവസാനം വരെ നിൽക്കണം. കുറച്ചാൾ പോയിട്ട് പിന്നെ അവസാനം പൊളിക്കേണ്ടി വരരുത്. അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ ആ മനസ്സുറപ്പിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ചെയ്താണെങ്കിൽ ഒറ്റ ഓനൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ തീരുമാനിക്കാം. യാതൊരു പ്രശ്നം അതിനില്ല. ഞാൻ അതിനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവസാനം വരെ നിൽക്കണം. ടൈൽസൊക്കെ ഇട്ടിട്ട് പിന്നെ പൊളിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടല്ലേ. ആ ടൈൽസിന്റെ കായ് പോവും. ടൈൽസ് കച്ചവടക്കാർക്ക് വീണ്ടും കിട്ടുന്നല്ല, നമ്മക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ആയതിനെ അയാൾ നിൽക്കണ്ട. ശൈത്താൻ അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ലേ അത് ശൈത്താന്റെ സ്ഥലമാണ് എന്നാണ് ചോദിച്ചത്. ഈ വീടുണ്ടാക്കുന്ന എല്ലാ ശൈത്താനൊരു ഏരിയ ഉണ്ട് എന്നാണ്. അതിന് പിശാച വീതി എന്നാണ് പറയാം. പിശാച വീതി എന്നാണ്. അതായത് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ കുറ്റിയടിക്കുകയാണെങ്കിൽ എങ്ങനെ ഇപ്പൊ കാണിച്ചു തരാന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് പോയി ഈ സ്ഥലത്ത് കുറ്റിയടിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം അല്ലേ കാറിൽ മിക്കാറുണ്ടാകുക. കുറച്ചും കട്ടും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാകുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കുറ്റിയടിക്കുന്നതിന് മുമ്പ് നമുക്ക് പെരക്ക് സ്ഥാനം കാണുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ വടക്ക് ഭാഗം കറക്റ്റായിട്ട് ഒരു നൂലട്ടണം. വടക്ക് നോക്കി വെച്ചിട്ട് ചെയ്യാം. വടക്ക് നോക്കി വെക്കാതെ, ശരിക്കും വടക്ക് നോക്കി വെക്കാതെ ചെയ്യണം. വടക്ക് നോക്കി ഇപ്പൊ ഒന്നല്ലേ, അതിന്റെ മുന്നേ അതിന് രീതിയുണ്ട്. എങ്ങനെ രീതി? അത് നിഴല് നോക്കണം. നീ നോക്കാം. അത് 2 ദിവസം വേണം.
ഒരു ദിക്ക് കണ്ടുപിടിക്കാൻ 2 ദിവസമാണ്. ഒരു ദിവസം ഒരു കുറ്റിങ്ങനെ കുറ്റിവെക്കുക. എന്നിട്ട് രാവിലെ 10 മണിക്ക് ആ കുറ്റിയിലെത്തി എന്നിട്ട് അത് അപ്പൊ കിഴക്കുന്ന സൂര്യൻ ഉദിച്ചു വരും. കിഴക്കുന്ന സൂര്യൻ ഉദിച്ചു വരും. അപ്പൊ പടിഞ്ഞാറ് അതിന്റെ നിഴലുണ്ടാവും. ഈ പടിഞ്ഞാറ് വശത്ത് കാണുന്ന നിഴലിന്റെ അവിടെ ഒരടയാളം വെക്കുക. വൈകുന്നേരം ഒരു 4 മണിക്ക് വരിക. അപ്പുറത്തേക്ക് നിഴലുണ്ടാവും. അവിടെ ഒരടയാളം വെക്കുക. ഇന്നലെ വന്ന അതേ സമയത്ത് രാവിലെ വരിക. അപ്പൊ ഈ നിഴല് കുറച്ചിങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അവിടെ ഒരു അടയാളം വെക്കുക. വൈകുന്നേരത്ത് വന്ന അതേ സമയത്ത് വന്നിട്ട് പിന്നെ നോക്കുമ്പോ ആ നിഴല് കുറച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അവിടെ ഒരു അടയാളം വെക്കുക. ഈ രണ്ടിന്റെയും സെന്റർ എടുത്തിട്ട് അവിടുന്ന് ഈ രണ്ടിന്റെയും സെന്ററിലേക്ക് ഒരു നൂല് കെട്ടിയാൽ അതായിരിക്കും തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ നോക്കാൻ നമുക്ക് എളുപ്പമുള്ള പണിയാണ് വടക്ക് നോക്കി വെച്ചുകൊണ്ട് പിടിക്കാന്ന് പറഞ്ഞത്. അപ്പൊ വടക്ക് നോക്കി വെച്ചിട്ട് ആദ്യം വടക്ക് വശം കെട്ടുക. വടക്ക് വശം കെട്ടിയാൽ എത്ര നീളം കിട്ടിയോ ആ നീളത്തിന് അനുകൂലമായ ഒരു സമചതുര കല്ലെടുക്കണം. ഇവിടെ എത്രയാണോ കിട്ടിയത് അത്ര ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. കൃത്യമായ ഒരു സമചതുരം എടുക്കുക. ഈ സമചതുരം എടുത്താൽ അതാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്ന സ്ഥലം എന്ന് കിട്ടും. ആ വീടുണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തെ 9 ഭാഗമാക്കി അംശയിക്കണം. 8 ആക്കാം, 9 ആക്കാം, 10 ആക്കാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എഞ്ചിനീയർമാര് ആശാരിമാരൊക്കെ ചെയ്തു വരുന്നത് 9 ഭാഗമാക്കിയിട്ട് വീതിക്കാൻ. അതിന് നവവർഗ പദവിന്യാസം എന്നാണ് പറയാ. പേര് കേട്ടിട്ട് പേടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. നവവർഗ പദവിന്യാസം, അതായത് ഒരേ അളവിൽ 9 കള്ളികളാക്കിയിട്ട് ഈ സ്ഥലത്ത് തിരിക്കണം. ഇപ്പൊ ഇത്ര പോലത്തെ ഒരു സാധനം കിട്ടിയെന്ന് വെക്കാം. ഇങ്ങനെ കിട്ടൂല, സമചതുരം കിട്ടും. സമചതുരം കിട്ടി. ഇങ്ങനെ ഒരു സമചതുര കിട്ടണ്ടേ. അതായത് കട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് സമചതുരത്തിൽ നൂല് കെട്ടിയിരിക്കണം. അതിൽ എത്ര വലിയ സമചതുരാണോ ആ ഭൂമിയിൽ കിട്ടുക. 10 സെന്റ് ആണെങ്കിൽ അത് 5 സെന്റ് ആണെങ്കിൽ അത് എത്രയാണോ നമ്മളെ സ്ഥലം എത്രയാണോ അതിലത്തെ ഇങ്ങനത്തെ ഒരു സമചതുരമുള്ള കള്ളി ആദ്യം നൂല് കെട്ടിയെടുക്കണം. കുറ്റിയെടുക്കാൻ വരുന്നവർ ഇങ്ങനെ കാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് ശേഷം ഈ സാധനത്തെ 9 ഭാഗമാക്കണം. 4 സൈഡുക്കും 9 ആക്കണം. അപ്പൊ സെന്ററിൽ നിന്ന് 1, 2, 3 ഇങ്ങോട്ട് അങ്ങനെ 9 വരെ, ഇങ്ങോട്ട് 1, 2, 3, 4 അങ്ങനെ 9 വരെ, ഇങ്ങോട്ട് 1, 2, 3 അങ്ങനെ 9 വരെ, ഇങ്ങോട്ട് 1, 2 അങ്ങനെ 9 വരെ, 4 വശത്തേക്കും. ഈ 4 വശത്തേക്കുമുള്ള 9 ഭാഗമാക്കിയെടുത്താൽ അതിൽ ഏറ്റവും അറ്റത്തു കൂടെ പോകുന്ന ഒരു കള്ളി, ഏറ്റവും അറ്റത്തു കൂടെ ഇങ്ങനെ 4 ഭാഗത്തേക്കും ഉണ്ടാവും ഒരു കള്ളി. ഈ കള്ളിയെയാണ് പിശാച വീതി എന്ന് പറയുന്നത്. അതായത് ശൈത്താനെ പറ്റി അറിയുന്ന ആൾക്കാർ പറയണത്, ഒരു സ്ഥലം ഒരാൾ സമചതുരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിശാചിന്റെ സഞ്ചാര വീതി അതിനെ 9 ഭാഗമാക്കി അംശയിച്ചതിന് ശേഷമുള്ള 9ാമത്തെ കള്ളിയിലൂടെയാണ് എന്ന ഈ പിശാച വീതിയിലേക്ക് വീട് കയറിയിരിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യണം? ആദ്യം ഈ നൂല് കെട്ടിയതിന് ശേഷം ഇതിന്റെ 9ൽ 1 അളവെടുക്കണം. അളവെടുത്തിട്ട് ഇവിടെ നിന്നിട്ട് 9ൽ ഒരു ഭാഗം തന്നെ അളവ് പിടിച്ചിട്ട് കുറ്റി മാറ്റിയെടുക്കണം. അത് നിങ്ങൾ കുറ്റിയെടുക്കാൻ വരുമ്പോ കണ്ടിട്ടുണ്ടാവും. ആദ്യം ഒരു കുറ്റി അടിച്ചിട്ട് പിന്നെ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയടിക്കും. ആ മാറ്റിയടിക്കേണ്ടത് എത്രയാണ്? ഇതിന്റെ മൊത്തം ഉള്ളതിന്റെ 9ൽ ഒരു ഭാഗം ഇങ്ങോട്ടാണ് മാറ്റിയടിക്കേണ്ടത്. 9ൽ ഒരു ഭാഗം ഇങ്ങോട്ടും മാറ്റിയടിക്കണം. അങ്ങനെ 4 ഭാഗവും മാറ്റിയടിച്ചാൽ വീടുണ്ടാക്കാനുള്ള സ്ഥലം കിട്ടി. അപ്പോൾ അതിന് പിന്നെ നമുക്കിതിൽ അപകടം പറ്റിയ എവിടെ വെച്ചാല് പേരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടൊന്ന് ഇറക്കി കെട്ടി ഇങ്ങോട്ടൊന്ന് ഇറക്കി കെട്ടി. അപ്പൊ അത് ആദ്യം ഉണ്ടാക്കി അവിടെ ചോദിക്കണം, ഇത് ഇനി എവിടേക്ക് ഇറക്കി കെട്ടാൻ പറ്റുക. അപ്പൊ പിന്നെ നമ്മൾ സ്വയഷ്ടം ചെയ്യരുത്, പിന്നെ പൊളിച്ചേണ്ടി വരും. ആദ്യം ഉണ്ടാക്കുക എഞ്ചിനീയറും ഉണ്ട്, നോട്ടക്കാരനും ഉണ്ട്, ഒക്കെ ഉണ്ട്, റെഡിയാണ്, ഉഷാറായി. അത് കഴിഞ്ഞ് പെരപ്പണി കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു അടുക്കള ഒന്നുകൊണ്ട് ഇറക്കി കെട്ടിയാൽ തിരക്കില്ല. അങ്ങനെ നമ്മൾ സ്വയഷ്ടത്തിന് പിന്നെ ഇറക്കി കെട്ടും. അവിടെയാണ് അബദ്ധം പറ്റുക. അവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിനാദ്യം പ്ലാൻ ഉണ്ടാക്കിയ ആളത്ത് പോകണം. എന്നിട്ട് അയാളോട് ചോദിക്കണം, ഒന്ന് അടുക്കള ഇറക്കി കെട്ടണം എന്നുണ്ട്, അത് എവിടുക്ക പറ്റൂലേ? അപ്പൊ അയാൾക്കറിയാം ഇത് എങ്ങോട്ട് ചാരിയാണ് എടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഒരു വീടിന് പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സമചതുരം ആയിരിക്കുക എന്നതാണ്. അത് എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഏരിയയിൽ എടുക്കണം. വീട് എപ്പോഴും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതാണ്. അതായത് ഇത്ര പോകുന്നൊരു ഭൂമിയുണ്ട് നമുക്ക്, ഇത്ര വലിപ്പമുള്ള ഒരു ഭൂമി. എന്നാൽ അതിന്റെ വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഇത്ര വലിപ്പം, ഇതിപ്പോ 10 സെന്റാണെങ്കിൽ മുഴുവൻ കൂടി നമ്മൾ പെരണ്ടാക്കൂലല്ലോ. നമുക്ക് പെരണ്ടാക്കാൻ ഇതിൽ 2 സെന്റിലെ വേണ്ടുള്ളൂ. ആ 2 സെന്റ് എവിടെ നിൽക്കുക?
വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുക. ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്. ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എടുക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതിനെ 4 ആക്കി ഭാഗിക്കണം. എന്നിട്ട് 4 ഭാഗിച്ചതിനു ശേഷം ഈ ഭാഗത്ത് എടുക്കലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഒരു കയറ് ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കയറ് ഇങ്ങോട്ടും കെട്ടിയാൽ ഇതിന്റെ നടുവിൽ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ നടുവിൽ വരുന്ന പോയിന്റ്, ആ പോയിന്റിൽ വീടിന്റെ ചുമരുകൾ സന്ധിക്കാൻ പാടില്ല. വീടിന്റെ ഉള്ളിൽ പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പോയിന്റ് കൂടെ വീടിന്റെ ഒരു ചുമരും പോകാൻ പാടില്ല. അതിൽ യാതൊരു വർക്കും നടക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഭൂമിയിൽ നിന്ന് രണ്ടാമത് നമ്മൾ പേരുണ്ടാക്കാൻ വേണ്ടി ഇത്രയും സ്ഥലം കണ്ടെടുത്തല്ലോ. ആ എടുത്ത സ്ഥലത്തിന്റെ ഇങ്ങനൊരു നൂലും കെട്ടിയാൽ അതിലൊരു സെന്റർ പോയിന്റ് വരും. ആ സെന്റർ പോയിന്റിലും വീടിന്റെ ഭിത്തികൾ പാടില്ല. ചുമരോ പില്ലറോ ഒന്നും പാടില്ല. ഈ 2 കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കട്ടിങ് വരുന്ന സമയത്ത് കട്ടിങ്ങുകൾ അതിന്റെ ചുറ്റളവിൽ ചേർത്തെടുക്കുക എന്നതാണ് പ്രധാനം. ഫാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചുറ്റളവും ശ്രദ്ധിക്കണത് നല്ലതാണ്. ഒക്കെ നല്ലതെന്നുള്ളൂ കേട്ടോ. ചുറ്റളവ് തെറ്റിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കഅബയുടെ ചുറ്റളവ് തന്നെ ഇപ്പോ ഇവിടെ കണക്കാക്കി വരുന്ന ചുറ്റളവിന് അനുകൂലമല്ല. കഅബയുടെ നിലവിലുള്ള ചുറ്റളവ് ഇപ്പോൾ നമ്മൾ കണക്കാക്കി വരുന്ന ചുറ്റളവിന് അനുകൂലമല്ല. ചുറ്റളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് വരവ് കൂടുതലും ചെലവ് കുറവുമായിരിക്കും. വരവിന് ആയം എന്ന് പറയും, ചെലവിന് വ്യയം എന്ന് പറയും. വരവ് കൂടുതലായിരിക്കണം, ചെലവ് എങ്ങനെ അതറിയാം? ഒരു പെരന്റെ വരവും ഒരു പെരി ഒരു മനുഷ്യനും അറിയാൻ മാതിരിയാണ്. അപ്പൊ ഒരു വീടിന്റെ വരവും ചെലവും കണക്കാക്കണം. എന്നിട്ട് വരവ് കൂടുതലും ചെലവ് കുറവായിരിക്കണം. അതിനാണ് ചുറ്റളവ് നോക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു പെരന്റെ വരവും ചെലവും കണക്കാക്കുക? ഒരു വീടിന്റെ മൊത്തം ചുറ്റളവ് എടുത്തതിന് ശേഷം അതിനെ കോലിലേക്ക് മാറ്റണം. കോലിലേക്ക് മാറ്റാന്ന് പറഞ്ഞാല് ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്ററാണ്. 72 സെന്റിമീറ്ററാണ്. അപ്പൊ മൊത്തം ചുറ്റളവിനെ 72 കൊണ്ട് ഹരിച്ചാൽ ഒരു കോലത്തിലെന്ന് കിട്ടും. ആ കോലിനെ വിരലിലേക്ക് മാറ്റണം. 3 സെന്റിമീറ്ററിനെയാണ് ഒരു വിരല് എന്ന് പറയുന്നത്. അപ്പൊ 24 കൊണ്ട് ഹരിക്കണം. ഒരു കോലിനെ 24 കൊണ്ട് ഹരിച്ചാല് വിരല് കിട്ടും. ഈ വിരല് നോക്കിയിട്ടാണ് ചുറ്റളവ് കണക്കാക്കുക. എന്നിട്ട് മൊത്തം കിട്ടിയ ചുറ്റളവിനെ കോലിലേക്കും വിരലിലേക്കും മാറ്റിയതിനു ശേഷം മൊത്തം എത്ര വിരലുണ്ടോ അതിനെ 8 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 14 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് അതാണ് ആയം. അതാണ് ആ വീടിന്റെ വരവ്. അതിനെ 3 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 12 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ആ വീടിന്റെ ചെലവ്. അപ്പൊ വീടിന്റെ ചുറ്റളവ് നോക്കിയിട്ട് വരവിനേക്കാൾ ചെലവ് കുറവായിരിക്കണം. തിരിച്ചു പറഞ്ഞാൽ ചെലവിനേക്കാൾ വീടിന്റെ വരവ് കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ആ വീട്ടിൽ എത്ര പൈസ ഉണ്ടെങ്കിലും കാണൂല, എത്ര പൈസ ചെലവാക്കിയാലും കാണൂല എന്നർത്ഥം. ഇതാണ് ചുറ്റളവ് നോക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റളവ് നോക്കിയിട്ട് വീടിന്റെ അളവ് ഒരു 90% ഒപ്പിക്കണം. ശരിക്കും ചുറ്റളവ് മുഴുവൻ ഇത് ശരിക്കും എല്ലാ റൂമിനും നോക്കണം. പക്ഷെ അങ്ങനെ ഒപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. മൊത്തത്തിലുള്ള ചുറ്റളവെങ്കിലും ഇങ്ങനെ ഒപ്പിച്ചിരിക്കണം ഒരു വീടിന്റെ. എല്ലാ റൂമിന്റെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെ മൊത്തത്തിലുള്ള ചുറ്റളവ് അങ്ങനെ ഒത്തതിന് ശേഷം പിന്നെ ബെഡ്റൂമിന്റെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. ബെഡ്റൂമല്ല കടന്നിറങ്ങാനുള്ളത് അതെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെ മാക്സിമം വരവ് കൂടുതലും ചെലവ് കുറവുമാകുന്ന കണക്കിലേക്ക് വീടിന്റെ ചുറ്റളവിനെ ഒപ്പിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാർ ചെയ്യേണ്ടത്. മോൾക്ക് എടുക്കുകയുണ്ട്, പക്ഷെ മുഴുവൻ എടുക്കണില്ല, കുറച്ച് ഭാഗം എടുക്കണുള്ളൂ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ആദ്യം തെക്ക് ഭാഗം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് ചെരിഞ്ഞിട്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോ ചൂട് വളരെ കൂടുതൽ തെക്ക് ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂടിനെ നന്നായി പ്രതിരോധിക്കുന്ന തരത്തിലാണ് വീടെടുക്കേണ്ടത്. അപ്പൊ കുറച്ച് നല്ല ഉറപ്പുള്ള കല്ലും കിട്ടി, അത്ര തന്നെ ഉറപ്പില്ലാത്ത കുറച്ച് കല്ലും കിട്ടിയാൽ ഉറപ്പുള്ള കല്ല് തെക്ക് ഭാഗത്ത് ഉപയോഗിക്കണം. അവിടെ 10 മാസം അതിശക്തമായ ചൂടുണ്ടായിരിക്കും തെക്കുവശത്ത്. തെക്കുവശത്തു നിന്നാണ് വെയിലൊക്കെ വരിക. നേരെ ഭൂമധ്യരേഖ നമ്മൾ നേരെ സെന്ററിൽ കൂടെ അല്ല സൂര്യൻ പോണത്, നേരെ കിഴക്ക് പടിഞ്ഞാറ് നമ്മളെ നടുവിൽ കൂടെ അല്ല സൂര്യൻ പോണത്. നമുക്ക് കേരളക്കാർക്ക് തെക്ക് വശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് 10 മാസവും പോവുക. 2 മാസം മാത്രം, വർഷത്തിൽ 2 തവണ മാത്രമേ ഭൂമധ്യരേഖയിൽ നമുക്ക് പോവുള്ളൂ. കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് നമ്മളെ തലന്റെ മേലെ കൂടെ സൂര്യൻ പോണത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും തെക്ക് വശത്തേക്ക് ചെരിഞ്ഞാണ്. അപ്പോ ഇങ്ങനെ പോണ ഒരു സാധനം ഇങ്ങോട്ട് അല്പം ചെരിഞ്ഞു പോയാൽ തന്നെ ഈ ഭാഗത്തേക്ക് സൂര്യന്റെ താപം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉറപ്പുള്ള സാധനത്തെ അവിടെ ഉപയോഗിക്കണം.
ഉറപ്പുള്ള കല്ല് കുറച്ച് കല്ല് കിട്ടി, അപ്പൊ നല്ലത് കുറച്ചുകൊണ്ട് പിന്നെ കുറച്ച് മറ്റേ ആകാത്ത കല്ല് വേണം. അപ്പൊ നല്ല കല്ല് തെക്കോട്ട് വെക്കുക, നല്ല കട്ടിൽ ചെല്ലാണ്ട് വെക്കുക, നല്ലതൊക്കെ ആ ഭാഗത്ത്, ഉറപ്പുള്ള സാധനങ്ങൾ ആ ഭാഗത്ത് ഉപയോഗിക്കുക എന്നതാണ്. അതേമാതിരി മേലൊക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം തെക്ക് ഭാഗം എടുക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലാന് മുകളിലേക്ക് പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ ചുറ്റളവ് കണക്കാക്കുന്നതിൽ സൺസൈഡ് കൂടി ഉൾപ്പെടുത്തിയിട്ട് അളവ് നോക്കലാണ് ഏറ്റവും നല്ലത്. സാധാരണ തറയാണ് നോക്കല്, തറയാണ് സാധാരണ നോക്കല്. പക്ഷെ തറയല്ല, സൺസൈഡ് വീടിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കൂടി കണക്കാക്കിയിട്ട് ഉള്ള ചുറ്റളവ് കണക്കാക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോ രണ്ടും കൂടി ആയ വളരെ ഉഷാറായി. തറോണ്ടും ചുറ്റളവ് ശരിയാവുണ്ട്, പിന്നെ സൺസൈഡ് ഇറങ്ങി നിൽക്കണമൊക്കെ കൂടി കൂട്ടി നോക്കുമ്പോഴും ചുറ്റളവ് ശരിയാവുണ്ടെങ്കിൽ വളരെ ഉഷാറുള്ള ചുറ്റളവായി അതിനെ കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം. അപ്പൊ പ്ലാനിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വഴിക്ക് ആധാരമായി ഉണ്ടാക്കാം. നമ്മൾ കിണറുണ്ട്, ആ കിണറിന്റെ വടക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ, അവനാന്റെ പെരയൊക്കെ ആലോചിച്ചാൽ ഇതൊക്കെ പിടുത്തം കിട്ടുമല്ലോ, അല്ലയോ എല്ലാം വടക്കും വഴക്കും തന്നെ കാരണം ഒക്കെ അവനാന്റെ പെരയൊക്കെ ആലോചിക്കുക. നമ്മുടെ കിണറിന്റെ വടക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ മാലിന്യം ഉണ്ടെങ്കിൽ അത് കിണറിനെ ബാധിക്കും. സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വേസ്റ്റ് കുഴിയോ കിണറിന്റെ വടക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഉണ്ടെങ്കിൽ അത് കിണറിനെ ബാധിക്കും. എന്തുകൊണ്ട്? കേരളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കടലുള്ളത്, അതുകൊണ്ട് നീരൊഴുക്ക് കടലിക്കേണ്ടത്, അതുകൊണ്ട് കിണറ്റിക്കട് വരും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ മൂലകൾ ശ്രദ്ധിക്കണം. വീടിന്റെ മൂലകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കേണ്ടത്. മൂല ഒഴിവാക്കിയിട്ട് വേറെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാക്കിയ പ്രശ്നമില്ല. ഈ രണ്ട് സൈഡും വീടിനെ ബാധിക്കും. അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ നീരൊഴുക്ക് നീക്കാൻ ഇറങ്ങും. അപ്പൊ അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ നല്ലത് കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ 10 മീറ്ററെങ്കിലും ദൂരം ഉണ്ടായിരിക്കണം. സാധാരണ പിന്നെ നമ്മളെ ഇവിടുത്തെ കണക്ക് പ്രകാരം 7 മീറ്ററാണ്. 10 മീറ്ററെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് എത്ര ദൂരത്താക്കാൻ പറ്റും വെച്ചാൽ അത്രയും നല്ലതാണ്, ശുദ്ധജലം കിട്ടും. പിന്നെ ആകെ 3 സെന്റ് ഉള്ളെങ്കിൽ ഈ പറഞ്ഞതൊന്നും അതിൽ ബാധകമല്ല എന്ന് മാത്രം. പിന്നെ ഉള്ളതിൽ എല്ലാ കുഴിയും ഉണ്ടാക്കാന്നല്ലാതെ എന്താ ചെയ്യുക? അപ്പൊ അതിലെല്ലാം വെള്ളം നല്ലോണം തിളപ്പിച്ചറിയതിനു ശേഷം മാത്രം കുടിക്കുക എന്നുള്ളതാണ് പിന്നെ പറയാറ്. നല്ലോണം തിളപ്പിച്ചറിയതിനു ശേഷം മാത്രം കുടിക്കുക, അതിന് മുമ്പ് കുടിക്കാതിരിക്കുക. ഇതാണ് വീട്. പിന്നെ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിയിരിക്കലാണ്. അടുത്ത കുടിയിരിക്കലാണ്. കുടിയിരിക്കൽ എന്ന് പറയുമ്പോ ഒന്ന് വീടുണ്ടാക്കിയ പിന്നെ വേഗം കുടിയിരിക്കണം. പെരപ്പണി കഴിഞ്ഞാൽ പിന്നെ വേഗം താമസം തുടങ്ങണം. പണി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇട്ടാല് ചെയ്ത്താൻ കയറി പാർക്കും. അങ്ങനത്തെ സ്ഥലമൊക്കെ ചെയ്ത്താൻ നല്ല ഇഷ്ടമാണ്. ഒഴിഞ്ഞിടക്കുന്നത് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒഴിഞ്ഞിടക്കുന്നവർക്കൊക്കെ മൂപ്പര് ചെന്നിട്ട് കൂടും. ഒഴിഞ്ഞിടക്കണല്ല. അപ്പൊ പെര ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ അത് വേഗം താമസം തുടങ്ങാൻ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഓൻ കയറി പാർക്കും. അതേമാതിരി ഉണ്ടാക്കി താമസം തുടങ്ങിയതിന് ശേഷമുള്ള വീട്ടിലെ എല്ലാ റൂമും ഉപയോഗിക്കണം, അല്ലെങ്കിൽ മൂപ്പര് ഉപയോഗിക്കും. വലിയ പെര എന്ന് പറഞ്ഞാൽ വലിയ പെര ആവശ്യം എന്തെങ്കിലും പറ്റും. ആവശ്യത്തിൽ കഴിഞ്ഞ വലിയ പെര നല്ലതല്ല, ബർക്കത്തുണ്ടാവില്ല. ലാ തഖൂമു സ്സാഅതു ഹത്താ യതതാവല ഫിൽ ബുനിയാൻ. വീടുകൾ ആവശ്യമില്ലാതെ നീട്ടിയുണ്ടാക്കുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല എന്ന് ഷഫീഖുനാ റസൂലുള്ളാഹി. ആവശ്യം കഴിഞ്ഞ് വീട് ഉണ്ടാക്കാത്ത കാലത്തോളം ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികളൊക്കെ എത്ര ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം. ആവശ്യത്തെക്കാൾ അങ്ങേപ്പുറത്തെ വരെ വലുപ്പമുള്ളതുകൊണ്ട് ഇങ്ങേപ്പുറത്തെ വലുപ്പം ഉണ്ടാക്കിയാൽ ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്ത് ഒരു പെരയിൽ ബർക്കത്തില്ലാന്ന് എങ്ങനെ മനസ്സിലാകുക? ഒരു പെരയിൽ ബർക്കത്തില്ല എന്ന് മനസ്സിലാകല് 2 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ആ പെരക്കാരന്റെ വരുമാനം ആ വീട്ടിൽ ജീവിക്കാൻ തികയുന്നില്ല. വീട്ടുകാരന്റെ കുടുംബനാഥന്റെ വരുമാനം ആ വീട്ടിൽ ജീവിക്കാൻ തികയുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് തുടരെയുള്ള മരണങ്ങൾ ഒരു വീട്ടിൽ നടന്നാൽ ആ വീട്ടിൽ ബർക്കത്തില്ല എന്ന് മനസ്സിലാക്കാം. മരിക്കാൻ എല്ലാവരും മരിക്കും, ആ കാര്യം ഉറപ്പാണ്. സമയമാകുമ്പോ എല്ലാവരും മരിക്കും. പക്ഷെ ഒരു വീട്ടിൽ തുടരെ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ബർക്കത്തില്ല എന്നുള്ളതിന് അടയാളം. അപ്പൊ എന്താ വേണ്ടത്? ബർക്കത്തില്ലേ പിന്നെ എന്താ വേണ്ടത്? വിൽക്കുക. അപ്പൊ വിറ്റാല് വാങ്ങണോനോ? കുഴപ്പമില്ല. ഒരാൾക്ക് ബർക്കത്തില്ല എന്ന് എഴുതിയിട്ട് എല്ലാവർക്കും ബർക്കത്തില്ലാതാവില്ല. ഒരാൾക്ക് ബർക്കത്തില്ല എന്ന് എഴുതിയിട്ട് എല്ലാവർക്കും ബർക്കത്തില്ലാതായിക്കോളണമെന്നില്ല. അപ്പൊ വിറ്റാ മതി.
അപ്പൊ അങ്ങനെ തോന്നിയാൽ പിന്നെ അത് വിൽക്കുക എന്നുള്ളതാണ് ഓനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. വേറൊരാൾ വന്ന് പാർത്തോട്ടെ, അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ പ്രധാനമാണ്. ഈ രണ്ട് കാര്യം ഒരു വീട്ടിലുണ്ടായാൽ ബർക്കത്തില്ലാത്ത കുറേ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ബർക്കത്തില്ലാകണേ. നേരത്തെ പറഞ്ഞു, ഒന്ന് ഫലവൃക്ഷങ്ങൾ, ഫലമുണ്ടാകുന്ന കായ്കളുള്ള മരങ്ങൾ മുറിച്ച സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ ബർക്കത്തുണ്ടാവില്ല. നല്ലോണം കായ്ക്കണ ഒരു മൂച്ചയായിരുന്നു, അതാണ് വെട്ടിങ്ങാണ്ട് അവിടെ പേരുണ്ടാക്കിയാൽ അതിൽ ബർക്കത്തുണ്ടാവില്ല. ഫലവൃക്ഷങ്ങൾ മുറിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന വീടിൽ ബർക്കത്തില്ല. വീടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പെരണ്ടാക്കണ പൈസയാണ്. ഏത് പൈസ കൊണ്ടാണ് പെരണ്ടാക്കണത്? ഡെത്ത് മണി എന്നാണ് അതിന്റെ പേരെന്ന്. വീടുണ്ടാക്കുന്നതിന് എഞ്ചിനീയർമാർ പറയുന്ന പേര് ഡെത്ത് മണി എന്നാണ്. മരിച്ച പൈസ ആണ് വീടുണ്ടാക്കുന്നത്. 8 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 12 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 20 ലക്ഷം റുപ്യ ഒരു വീടിന് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഡെത്ത് മണി എന്നാണ്. ആ സാധനം കഴിഞ്ഞ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് കിട്ടാത്ത പൈസ. പെരമക്കൾ ചെലവാക്കിയത് പിന്നെ സിമെന്റ് ഇങ്ങോട്ട് പൊളിച്ചെടുത്താൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുമല്ലോ, അത് മരിച്ചു പോയി. അങ്ങനത്തെ പൈസയാണ് ഡെത്ത് മണി. ഈ ഡെത്ത് മണി ഏത് പൈസയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹലാലായ പൈസ കൊണ്ട് പെരണ്ടാക്കിയാൽ അതന്നെയാണ് ബർക്കത്തുള്ള വീട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുങ്ങാണ്ട് പൈസ ഉണ്ടാക്കിയ പിന്നെ വീടുണ്ടാക്കിയാലേ ആ കടം തീർന്നു പോവില്ല. കടം തീർന്നു പോവാത്ത കാലത്തോളം ആ വീട്ടിൽ ബർക്കത്തുണ്ടായിരിക്കില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുങ്ങാണ്ട് പെരണ്ടാക്കിയിട്ട് ആ കടം തീർന്നു എന്ന് ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് തീരലില്ല. അതങ്ങനെ നീറിപ്പിടിച്ച് നിൽക്കലാ പതിവ്. അത് എത്ര കാലം തീരാതിരിക്കണോ അത്ര കാലം ആ പെരയിൽ ബർക്കത്തുണ്ടാവില്ല. പെണ്ണുങ്ങളെ പണ്ടെടുത്തുങ്ങാണ്ട് പെരണ്ടാക്കിയാല് ആ പെരയിൽ ബർക്കത്തുണ്ടാവൂല. ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇവിടുന്ന് പോകാനയച്ചില്ലാന്നൊക്കെ വരും, എന്നാലും വേണ്ടില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ പോകാനയച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവർ പ്രതീക്ഷ എന്തൊക്കെയല്ലാന്ന്. പെണ്ണുങ്ങളെ പണ്ടെടുത്തുങ്ങാണ്ട് വീടുണ്ടാക്കിയാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുങ്ങാണ്ട് ഒരു പെണ്ണും പണ്ടം തരൂല എന്നാണ്. അല്ല, അത് നിങ്ങൾ എടുത്തോളി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞിട്ട് അച്ഛന് പോകാൻ നിൽക്കുമ്പോ പറയും, അല്ല അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് തരേണ്ടത് തന്നെയാണ്, പണ്ടുങ്ങളിന്റെ പണ്ടെടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചു പോയിട്ട് മുതൽ ഓരി വെക്കുമ്പോ കുട്ടികളോട് പറയും, എന്ത് ഉമ്മാക്ക് 4-ലൊന്നും 8-ലൊന്നും പോരാ, ലേശം കൂടി വേണം, ഇപ്പൊ ഈ ഭൂമിയൊക്കെ വാങ്ങിക്കുന്നത് ഉമ്മാന്റെ പണ്ടെടുത്തിട്ടാണ് എന്ന് പറയും. മനസ്സറിഞ്ഞ് തൃപ്തിപ്പെടുക എന്നുള്ളത് പെണ്ണ് വർഗമാണോ ചെയ്യൂല. 100% നോക്കണ്ട, എന്നാലും 99 വെച്ചോ, അതിന്റെ താഴത്തേക്ക് പോരണ്ട. 99 പൊടിച്ചോളി. മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടുക എന്നുള്ളത് പെണ്ണ് വർഗം ചെയ്യൂല. നിങ്ങളതിൽ വിചാരിക്കും. ഇനിയിപ്പോ കണ്ണം ചേർത്തി ഇട്ടുകൊണ്ട് അങ്ങാടിക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കണ്ട. ഓന് വയ്ക്കും പോലെ ചെയ്യാന്നുള്ളതാണ്. വയ്ക്കണോ അത് ചെയ്യരുത്. ഓളത് കാലാകാല ഓളതായിട്ട് അവിടെ നിൽക്കട്ടെ. അതുള്ള 10 പവൻ അവിടെ കിടക്കട്ടെ. അത് വേറെ ഡെത്ത് മണിയാണ്. അത് അവിടെ ഡെത്തായിട്ട് അവിടെ കിടന്നോണ്ട് നമ്മക്കൊരാവശ്യത്തിനും അത് പറ്റൂല. ലിവിങ്ങളെ പെണ്ണുങ്ങളെ വണ്ടം വിറ്റാണ് ഗൾഫിൽ പോയിട്ട് ഗുണം പിടിക്കുക എന്ന് പറഞ്ഞത് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളിൽ ഇനിയൊരു അപൂർവം ഉണ്ടെങ്കിൽ അതാണ്. കാരണം എന്തൊക്കെ ആയാലും മൂപ്പര് എന്റെ വണ്ടം കൊണ്ടല്ലേ എന്ന് ഓളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിങ്ങാണ്ടിരിക്കും. അതിനോടത്തോളം ഓൻ പിന്നാക്കം വരികയുള്ളൂ, മുന്നിക്ക് പോവില്ല. അതുകൊണ്ട് പേരുണ്ടാക്കണ പൈസ ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന്, ലോൺ എടുത്ത പൈസ ബർക്കത്തുണ്ടാവില്ല. പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ബർക്കത്തുണ്ടാവില്ല. അത് രണ്ടാണ് ഏറ്റവും പ്രധാനം. ബാക്കി അവനാന്റെ അടുത്തുള്ളത് ഇങ്ങനെ ഏട്ടം കൂട്ടിയാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കൂലെന്നർത്ഥം. അവനാന്റെ അടുത്തുള്ളത് കൊണ്ട് ഇങ്ങനെ. മറ്റേ വേറെ ഭൂമി വാങ്ങിയിടാനാണെങ്കിൽ തർക്കമില്ല. രണ്ടാളും കൂടിയും പേരിലാക്കുകയും ചെയ്താലും വളരെ ഉഷാറായി അവിടെ കടന്നോട്ടെ. അത് കുഴപ്പമൊന്നുമില്ല. പണ്ടപ്പം അങ്ങനെ പെണ്ണിനെ പെട്ടിയിൽ ബാധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. അത് നല്ല പരിപാടിയാണ്. വിരോധമില്ലാന്ന് മാത്രമല്ല, അത് നല്ല പരിപാടിയാണ്. പെണ്ണിന് കുറെ പണ്ടുണ്ട്, ഓളത് കിട്ടണില്ല, എന്നാലും വിറ്റാണ് നല്ലൊരു ഭൂമി കിട്ടുമെങ്കിൽ വാങ്ങിക്കാണ്ട് രണ്ടാളും കൂടിയും പേരിലാക്കിയാൽ തർക്കമൊന്നുമില്ല, അതിനെതിരൊന്നുമില്ല. പാലാ സാധനം പറ്റൂല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീടുണ്ടാക്കുന്ന പണം ഏത് എന്നത് പ്രധാനമാണ്. ഹലാലും ത്വയ്യിബും ആയിരിക്കണം. ഹലാലും ത്വയ്യിബുമായ പണം ഉപയോഗിച്ച് ഒരാൾ വീടുണ്ടാക്കിയാൽ എന്തൊരു രസയിക്കാരായി താമസിക്കാനെന്നറിയാം. മറ്റത് പയങ്കബറിൽ കടന്നമായിരിക്കാരം. പഴയ ആളുണ്ടാവുകയില്ല, മൂപ്പര് ഇടക്കിടക്ക് നീച്ചയിക്കാന്ന് പറഞ്ഞാണ്ടിരിക്കും.
പഴയ ഒരാളുണ്ടാവില്ലേ പയങ്കവർ, ഒരാളതിൽ ആദ്യം വെച്ചില്ലേ മൂപ്പരവിടെ ഉണ്ട് എന്ന മാതിരി ഇത് ഇടക്കിടക്ക് ഇങ്ങനെ നീച്ചയിക്കുക എവിടേക്ക് പോകാൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെ ഇടങ്ങാറാവും. അപ്പൊ അതുകൊണ്ട് അതിന് നിൽക്കണ്ട, നല്ല പൈസ കൊണ്ട് വീടുണ്ടാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കൂടിയായിട്ട് പെരപ്പണിയാണ് കഴിഞ്ഞു ഇനി കുടിയിരിക്കുകയാണ്. ഇങ്ങനെ കൂടിയാണ് ആഴ്ച പെരപ്പണിയാണ് കഴിഞ്ഞു ഇനി കുടിയിരിക്കുകയാണ്. കുടിയിരിക്കുമ്പോ എന്തൊക്കെയാ പാലിക്കാനുള്ളത്? കുടിയിരിക്കുമ്പോ ഒന്നാമത് വേണ്ടത് ഒരു സൽക്കാരം കൊടുക്കണം എന്നുള്ളത് തീർച്ചയാണ്. അത് കൊടുക്കണം, അത് നിർബന്ധമാണ്, അതെന്തായാലും ചെയ്യണം. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ ചെന്നാല് കുടിയിരിക്കലിന് പാല് കാച്ചാന്നാണ് പറയാം. ഈ പാല് കാച്ചാന്ന് പറഞ്ഞ പരിപാടി എന്താണെന്ന് പറയുന്നത് അതൊരു ഹൈന്ദവ ആചാരമാണ്. ഈ പാല് കാച്ചുക എന്ന പേരെന്നെ, പാല് വെച്ച് ചൂടാക്കുന്നതിനെ പറ്റില്ല ഞാൻ പറഞ്ഞത്, പാല് കാച്ചുക എന്ന പേര് തന്നെ എന്താണ്, അതൊരു ഹൈന്ദവ ആചാരമാണ്. വീട് പണി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടില് ഗണപതി ഹോമം നടക്കണം. ഗണപതി ഹോമം ഒരു രാത്രി ഫുള്ളായിട്ടുണ്ടാവും. അത് തീ കത്തിച്ചിട്ട് അതിലൊരുപാട് സാധനങ്ങൾ ഹോമിക്കുക, അതാണ് ഗണപതി ഹോമം. അത് നേരം വെളുക്കോളം ഉണ്ടാവും ഏകദേശം. അങ്ങനെ നേരം വെളുക്കാൻ കാലത്ത് ഗണപതി ഹോമം കഴിഞ്ഞാല് പിന്നെ ആ തീയിലേക്ക് ഒരു കലം കയറ്റും. എന്നിട്ട് ആ കലത്തിൽ പാലൊഴിക്കും. പാല് പരിശുദ്ധതയുടെ അടയാളമാണ്. പാല് 4 സാധനങ്ങളുണ്ട്. ഒന്ന് പാല്, നെയ്യ്, മോര്, വെണ്ണ. ഈ 4 പരിശുദ്ധതയുടെ അടയാളങ്ങളാണ്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വാമിയാവുന്നതിന്റെ 4 ഘട്ടങ്ങളാണ്. ദാരിദ്ര്യത്തിന് തുടങ്ങി അങ്ങനെ പിച്ചതണ്ടി അങ്ങനെ പോയി 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾ ഹൈന്ദവ ആചാരപ്രകാരം ഉയർച്ചയിലെത്തുക. ഈ 4 പ്രതിനിധാനം ചെയ്യുന്നതാണ് പാല്. അതുകൊണ്ട് ഉയർച്ചയുടെ 4 ഘട്ടങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന പാലിനെ അതിലൊഴിക്കണം. പാലിനെ അതിലൊഴിച്ചതിന് ശേഷം കത്തിക്കും. കത്തിച്ചിട്ട് അത് തിളച്ച് മറിഞ്ഞ് അതേ തീയിലേക്ക് തന്നെ പോകണം. തീയിൽ നിന്ന് തീയിലേക്ക്. നമ്മൾ മണ്ണിൽ നിന്ന് മണ്ണിലേക്കാണ്. തീയുന്ന തീക്ക് ഒരാളുണ്ട്. ആരാ? അത് ശൈത്താനാണ്. അത് ശൈത്താനാണ് തീയിൽ നിന്ന് തീയിലേക്ക്. അപ്പൊ തീയിൽ നിന്ന് തീയിലേക്ക് തന്നെ മറിയണം. അങ്ങനെ മറിഞ്ഞു വരുന്ന സമയത്ത് അതിൽ ഉണങ്ങിയ അരിയിട്ടിട്ട്, നന്നായി കഴുകി വൃത്തിയാക്കിയ ഉണങ്ങിയ അരിയിട്ട് അതുകൊണ്ട് പായസം തയ്യാറാക്കിയിട്ട് പിന്നെ രാവിലെ മുതൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പായസം കൊടുക്കുക എന്നതാണ് പാല് കാച്ചൽ എന്ന കർമ്മം. അതിന്റെ ഒറിജിനൽ അതാണ്. ഇതാണ് പാല് കാച്ചൽ എന്ന പരിപാടി. അതുകൊണ്ട് അപ്പറഞ്ഞ പാല് കാച്ചൽ നമുക്ക് വേണ്ട, ആ പേരും അതിന് നല്ലതല്ല. വീട്ടിൽ താമസം തുടങ്ങുക നിസ്കാരം കൊണ്ടായിരിക്കാം. നിസ്കാരം കൊണ്ട് താമസം തുടങ്ങുക. ഏത് നിസ്കാരം എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണ്. ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ വീട്ടിലേക്ക് നിസ്കരിക്കാൻ പോയതായി കാണുന്ന എല്ലാം ദുഹാ സമയത്താണ്. ഞാൻ കുറെ കാലം അത് ആലോചിച്ചിട്ട് പിന്നെ പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുബൈർ ഹുദവി ചേകനൂരിന്റെ കുടിയിരിക്കലിന് പോയി. അത് 10 മണിക്കായിരുന്നു. അപ്പൊ ബഹാവുദ്ദീൻ ഉസ്താവും ചെറുശ്ശേരി ഉസ്താവും ഉണ്ടായിരുന്നു. ലുഹ നിസ്കരിച്ചിട്ട് യാസീനൊക്കെ പോയി ദുആ ചെയ്തിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ ചെറിയൊരു നസീഹത്ത്, ആ നസീഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബക്കളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചതായി കാണുന്നതൊക്കെ ലുഹ സമയത്താണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നടന്ന ഈ പരിപാടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ലുഹ സമയത്താണ് വീട് കൂടാൻ ഏറ്റവും നല്ലത്, വീട്ടിൽ താമസം തുടങ്ങാൻ, നിസ്കരിച്ചുകൊണ്ട് തുടങ്ങാൻ നല്ലത് എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കത് പറയാൻ ധൈര്യം കിട്ടി. അതുകൊണ്ട് സുബൈർ ഹുദവി ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ കുടിയിരിക്കലാണ് 6 മാസം മുമ്പാണ് നടന്നത്. അതിന്റെ ശേഷം ഞാനത് പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് സുബൈക്ക് ചെയ്യണവരങ്ങനെ ചെയ്യണ്ടെന്നോ പള്ളിക്കത്തെ മൂലൊരു വരില്ലാന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. നല്ലത് ലുഹാ സമയത്താണ്. നല്ലത് ലുഹാ സമയത്താണ്. ലുഹാ സമയത്താകുമ്പോൾ ലുഹാ നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ല. അപ്പൊ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുക. അതിനുശേഷം യാസീനത്ത് ദ്വാരന്ന് നല്ലൊരു സദ്യയും കൊടുക്കുക. പിന്നെ ഇപ്പൊ അടുപ്പത്ത് എന്തേലും ഒന്ന് വെക്കണ്ടേ, അത് പാലായി നിർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തേലും ഒരു സാധനം അടുപ്പത്ത് വെക്കണല്ലോ. ആ വെച്ചത് ഇപ്പൊ ഞാൻ പാലായിപ്പോയി എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സമയം കഴിഞ്ഞാണല്ലേ, കുഴപ്പമൊന്നുമില്ല. പാല് നല്ല സാധനമാണ്. ഭക്ഷണങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ ഒന്നാമത് പാലാണ്. പാല്, പഴം, പിന്നെ അത് കഴിഞ്ഞാല് ധാന്യങ്ങൾ, അത് കഴിഞ്ഞാല് മാംസം, അത് കഴിഞ്ഞാൽ മത്സ്യം, അത് കഴിഞ്ഞാൽ പച്ചക്കറികള്, അത് കഴിഞ്ഞാൽ ഇലക്കറികള്, ഇങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥം എണ്ണ. അപ്പൊ ഭക്ഷണം എണ്ണുമ്പോൾ 1-ാം സ്ഥാനത്ത് വരെ പാലാണ്. കാഴ്ചയിൽ വെള്ളമാണെങ്കിലും അത് ഭക്ഷണത്തിലാണ് എണ്ണ. അപ്പൊ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം പാലാണ് എന്നുള്ളതിൽ ഒരാൾ കാച്ചിയത് പാലായി എന്നതിന് കുഴപ്പമില്ല.
പാല് കാച്ചുന്നത് കുഴപ്പമില്ല. പാല് കാച്ചൽ എന്ന ചടങ്ങ് എന്ന് പറഞ്ഞത് ഹൈന്ദവ ആചാരാണ്, അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പാല് കാച്ചണം. ആരാ തീ പിടിപ്പിക്കേണ്ടത്? സുബഹി നിസ്കരിച്ച ഒരാള്. ആ പെരയിൽ ഏറ്റവും പ്രായമുള്ള അയാളായ വളരെ നന്നായി. കാരണം സുബഹി നിസ്കരിച്ച ഒരാള് ഔദും ബിസ്മിയും ചൊല്ലിയിട്ട് തീ കത്തിക്കുക. തീ കത്തിക്കുമ്പോ ബിസ്മി മാത്രം പോരാ, ഔദ് ചൊല്ലണം. കാരണം തിജ് എന്ന് പറഞ്ഞത് പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഔദ് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഏറ്റവും പ്രായമുള്ള സുബഹി ഖളാ നിസ്കരിച്ച ഒരാള് തീ കത്തിച്ചുകൊണ്ട് അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട്, അത് പാലായിക്കോട്ടെ അല്ലെങ്കിൽ ചായക്കോ വെള്ളമായിക്കോട്ടെ, വേണ്ട വെറും വെള്ളമായിക്കോട്ടെ, ഒന്നുമില്ല, വെറുതെ ഒരു ഓലക്കുടി കത്തിക്കാണെങ്കിലും കുഴപ്പമില്ല. കത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നല്ല, പിന്നെ കത്തിക്കണ്ടേ. അതുകൊണ്ട് അതും ആയിക്കോട്ടെ എന്ന് മാത്രം. നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞതിൽ ശരിക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ദുർവ്യയമില്ല. ദുർവ്യയം എവിടെയുള്ളത്? കുറേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ തിന്നുങ്ങാണ്ട് ബാക്കിന് കൊണ്ടുപോയി കൂട്ടുന്നതിലാണ് ഏതുള്ളത്? ദുർവ്യയം ഉള്ളത്. നമ്മളെ പെരേക്ക് കുറെ ആൾക്കാരെ ക്ഷണിച്ചു, ഓർക്ക് പറ്റാവുന്നത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. ആടും കോയും ഒക്കെ ഉണ്ടാക്കാം, യാതൊരു വിരോധമില്ല. അല്ലെങ്കിൽ കഴിവുള്ളവര് കൊടുത്താലല്ലേ കഴിവില്ലാത്തവർക്ക് തിന്നാൻ പറ്റുള്ളൂ. യാതൊരു പ്രശ്നവും അതിലില്ല. പൈസ ഉള്ളവര് നല്ലോണം കൊടുത്തോളൂ. പ്രശ്നം എവിടെയുള്ളത്? കുറെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് തോണ്ടും. കാരണം എല്ലാവർക്കും ഷുഗറാണ്, കൊളസ്ട്രോളാണ്, പ്രമേയമാണ് പ്രശ്നം. എന്നാൽ ഉണ്ടാക്കിയത് കൂടി കണ്ടാവല്ല, ആനക്ക് തിന്നാൻ മാത്രം ഉണ്ടാവും ചെയ്യും. എന്നിട്ട് അത് എല്ലാവരും ഒന്ന് തോണ്ടും. മധുരമുള്ളത് അത് പറ്റില്ല. അവിടെ കൂടെ ഒരു ഭാഗം ഒന്നായിട്ടുണ്ട് ഒഴിവായി. മധുരമുള്ളതല്ല അതൊക്കെ. പിന്നെ മധുരമില്ലാത്തത്, ആ മധുരമില്ലാത്തത് തീരെയും പറ്റില്ല. പിന്നെ ഇപ്പൊ പുളിയുള്ളത് അത് പറ്റില്ല, അത് മറ്റേ പൈൽസാണ്, മറ്റേതാണ്, എരിയുള്ളത് ഒന്നും പറ്റില്ല. അതൊക്കെ ഒന്ന് തോണ്ടിയാണ്ട് ബാക്കി അങ്ങനെ ആ കൊണ്ടുപോയി കൊട്ടുന്നുണ്ടല്ലോ, അതാണ് ദുർവ്യയം. അപ്പൊ എങ്ങനെ തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല, ആ കൊട്ടലുണ്ട് ഒഴിവാക്കിയാൽ മതി എന്ന് മാത്രം. ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ അപ്പൊ സൽക്കാരം കൊടുക്കുക, ളിയാഫത്ത് വീട് കൂടലിന്റെ ഭാഗമായിട്ട് എന്തായാലും നടത്തണം. അത് വളരെ പ്രധാനമാണ്. വീട് പണിയെടുത്ത ആൾക്കാർക്ക് ഒരു സന്തോഷം കൊടുക്കൽ നല്ലതാണ്. ഒരു ഒന്നും വേണ്ട, നമ്മൾ ഈ സദ്യയിലേക്ക് അവരും വിളിച്ചാൽ മതി, വേറൊന്നും ചെയ്യണമെന്നില്ല. ഈ സദ്യയിലേക്ക് അവരും വിളിച്ചിട്ട് വീട് പണിയെടുക്കാൻ വേണ്ടി ഓലൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് വീട് കൂടൽ നല്ല നിലക്ക് നടത്തിയിട്ട് നമ്മളതിൽ സുഖമായി താമസിപ്പിക്കുക. പിന്നെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ചില വിശ്വാസങ്ങളും ചില അന്ധവിശ്വാസങ്ങളും വീടുമായി ബന്ധപ്പെട്ടുണ്ട്. വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശ്വാസങ്ങൾ, അതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. വീടിന്റെ വഴി, വീട്ടിൽ വന്നു പോകുന്ന ആളുകള്, വീടിന്റെ അയൽപക്കത്തുള്ള ആളുകള്, വീടിന്റെ ചുറ്റുഭാഗത്തുണ്ടാവുന്ന മരങ്ങള്, അതൊക്കെ വീട്ടുകാരെ സ്വാധീനിക്കുന്നു എന്ന വിശ്വാസം ശരിയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഭാരതീയ ഫിലോസഫിയിൽ, ഭാരതീയ തത്വശാസ്ത്രത്തിൽ പഠനം നടത്തിയ ആളുകളുടെ ഇടയിൽ നിന്ന് വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പലയിടത്തുണ്ട്. ഇപ്പൊ കുറ്റിയടിക്കുന്ന സമയത്ത് കാഞ്ഞിരേ പറ്റുള്ളൂ എന്നാണ് ചിലരുടെ അഭിപ്രായം. കുറ്റിയടിക്കുമല്ലോ വീടിന്, കുറ്റിയടിക്കുമ്പോ കാഞ്ഞിരത്തിന്റെ കുറ്റിയെ പറ്റുള്ളൂ എന്നാ ചിലർ പറയാം. എന്താ കാഞ്ഞിരത്തിന്റെ കുറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഫയർ ഇഫക്റ്റ് ഉള്ള സാധനമാണ്. തീയിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പൊ ശൈത്താന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാൻ അതാ പറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞമ്മക്ക് എന്താ നല്ലത്? അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് നല്ല തെങ്ങിന്റെ ആരുണ്ടെങ്കിൽ അത് മതി. തെങ്ങ് ഫയർ ഇഫക്റ്റ് കുറഞ്ഞ സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. തറക്കലുള്ള സമയത്ത് അതിന്റെ ചോട്ടിൽ എന്തെങ്കിലും വെക്കല്, കട്ടിലിന്റെ അതിന്റെ ചോട്ട് എന്തെങ്കിലും വെക്കല്, അങ്ങനെ കുറെ സംഗതികളുണ്ട്. കട്ടിലിന്റെ ചോട്ട് വെക്കലുണ്ട് ചിലർക്ക് ഒരു പരിപാടി. എന്താ കട്ടിലിന്റെ ചോട്ട് വെക്കല് പറഞ്ഞാല് അത് ഭയങ്കര ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. ശരിക്കും നമുക്ക് അതിന്റെ ഒക്കെ അസിലാണ് മനസ്സിലാക്കേണ്ടത്. ഈ കട്ടിലിന്റെ ചോട്ട് വെക്കൽ എങ്ങനെ വന്നതാണ്? അത് പഴയ കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഉന്നത ജാതിക്കാരോട് സമ്മതം ചോദിക്കണമായിരുന്നു. അപ്പൊ തമ്പ്രാന്റെ വല്യമ്പ്രാന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിച്ചു വരും. വല്യമ്പ്രാന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിച്ചു വരും. അപ്പൊ തമ്പ്രാന്റെ അടുത്ത് പോയി ചോദിച്ചു വരുമ്പോ തമ്പ്രാൻ എന്തേലും ഒന്ന് കൊടുക്കുന്ന ഇതവിടെ ആ കട്ടിലിന്റെ തൊട്ട് വെച്ചോണ്ട് പറയും. അങ്ങനെ ഉന്നത ജാതിക്കാരൻ എന്തേലും ഒരു സാധനം കൊടുക്കും. ഇവൻ കട്ടിൽ വെക്കുമ്പോ അത് അതിന്റെ ചോട്ടിൽ വെക്കും. ഈ ചോട്ടിൽ ഈ സാധനം ഇരിക്കുന്നതാണ് താഴ്ന്ന ജാതിക്കാരന്റെ വീട്ടിൽ ഉന്നത ജാതിക്കാരന് അവകാശമുണ്ട് എന്ന് പറയാൻ കാരണം. കാരണം ഓന്റെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. ഈ ഉന്നത ജാതിക്കാരനെ താഴ്ന്ന ജാതിക്കാരന്റെ വീട്ടിൽ അവകാശം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ കട്ടിലിന്റെ ചോട്ട് വെക്കുന്ന സാധനം. ഇനി നമുക്ക് ആ അവകാശം വേണോ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. എന്തിനപ്പം നമുക്കത്? പിന്നെ മാത്രമല്ല ലോഹങ്ങൾ ഫയറി ഇഫക്റ്റാണ്. അഗ്നി സാന്നിധ്യം കൂട്ടുന്ന സാധനങ്ങളാണ് ലോഹങ്ങളൊക്കെ.
അതുകൊണ്ട് പരമാവധി ലോഹങ്ങൾ ഒഴിവാക്കുക വേണ്ടത്. ലോഹം പരമാവധി ഘടിപ്പിക്കല്ല വേണ്ടത്. പ്രത്യേകിച്ച് സ്വർണ്ണൊക്കെ ഭയങ്കരമായ ഫയർ ഇഫക്റ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് അത്തരം സാധനങ്ങൾ ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പിന്നെപ്പോ എന്താ വെച്ചാൽ എവിടെയും കട്ടിലൊക്കാൻ ചെല്ലുമ്പോൾ ഒരാൾ സ്വർണ്ണേറ്റ് വണ്ടിയാണ്ട് വന്നാൽ നമ്മളൊന്നും മുണ്ടൂല. അതിന്റെ കാരണം കഴിഞ്ഞു പോയ കുറെ ആൾക്കാർ മുണ്ടാതിരുന്നിട്ട് പിന്നെ നമ്മളൊരു സാലിം പൈസ മാത്രം എങ്ങനെ മുണ്ടാന്ന് എഴുതിയിട്ട് തൽക്കാലം സമ്മതമില്ലെങ്കിലും അവൾ മുണ്ടാതെ പോരും. അതുകൊണ്ട് അന്നെന്ത് ഉസ്താദ് മുണ്ടാഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ബേജാറാക്കണ്ട, ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുണ്ടിനതിന് ചില സമയത്ത് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ നിയന്ത്രണങ്ങളിൽ പെട്ടതാണ് അത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിനെ ആഫിയായാലും തരട്ടെ. പറയാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഏകദേശം ഞാൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി സമയം ഉണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.